പറഞ്ഞോട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന്, ദാരിദ്ര്യമല്ല, ദാരിദ്ര്യം യേശു ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചത് കൊണ്ട് ക്രിസ്തുവിൽ ഞാൻ ബഹുസമ്പന്നനാണ്. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് സകല സമൃദ്ധിയും അനുഭവിക്കും. ഞാൻ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് ഭവിക്കുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വീര്യപ്രവർത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം, ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താം. എല്ലാ മേഖലയിലും കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, വലിയ കൃപകൾക്കായി ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് വാഴ്ത്താം. എല്ലാ മേഖലയിലും ദൈവം നമുക്ക് അത്ഭുതകരമായി പ്രവർത്തിക്കും. ആമേൻ. തുടർമാനമായി കർത്താവിൻ്റെ വചനം കേൾക്കുന്നു, ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നമ്മൾ അനുഭവിക്കുന്നു. കർത്താവ് നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, നമ്മുടെ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നു. ദൈവം ആലോചന കൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബലത്തെ ഉറപ്പിച്ചു നൽകുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളെന്ന് പറഞ്ഞാട്ടെ. എന്താണ് നമ്മൾ കേട്ട വചനചിന്ത? വചനമല്ല, വചനചിന്ത. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആത്മനിറവ്, ദീർഘക്ഷമയുണ്ട്, വാഗ്ദത്തങ്ങൾ പ്രാപിക്കണം. വിശ്വാസത്തിന്റെ ശക്തി, പറഞ്ഞു പ്രാർത്ഥിക്കണം. ദൈവശക്തി, വാഗ്ദത്തങ്ങൾ പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരിക. ദൈവശക്തിയോടെ പ്രവർത്തിക്കും. ദൈവശക്തി. ആമേൻ. നമ്മൾ തുടർമാനമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ നിറവേറുന്നത് എന്നുള്ളത് ധ്യാനിച്ചു വരികയാണ്. അപ്പൊ അതിന്റെ 3-ോ 4-മത്തെ കാര്യങ്ങളാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ദിവസത്തെ ഒരു ദൈവിക വചന പഠനങ്ങളും മിസ്സാക്കരുത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവപ്രവൃത്തികൾ ഉണ്ടാകുന്നുള്ളതാണ്. അത് കർത്താവിൻ്റെ നാമത്തിൽ ശ്രദ്ധിക്കുക. അത് വളരെ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ഓരോ ദിവസവും നമ്മൾ ആ കാര്യങ്ങളെപ്പറ്റി പറയുന്നു. ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്നത്? ഇന്നത്തെ ദിവസം നമ്മൾ ആർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണെന്ന് ചെയ്യാൻ പോണത്? ഇന്നലെ ഓർമ്മയുണ്ടോ പറഞ്ഞത്? പരിശുദ്ധാത്മവരങ്ങള്. ആമേ. ഞങ്ങൾ ഇന്നലെ പറഞ്ഞായിരുന്നു ലീഡർഷിപ്പിന്, അതായത് എല്ലാവരും, നമുക്കറിയാം ലീഡർമാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും സുവിശേഷത്തെ അറിയിക്കുവാനുള്ള വെള്ളിയാഴ്ചകളിൽ ദൈവാത്മാവ് അങ്ങനെ ഒരു നിയോഗം ഉള്ളത്തിൽ തന്നു. സുവിശേഷകരായിട്ട് ആളുകളെ ദൈവാത്മാവ് ഇന്ന് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അതിലേക്ക് നിങ്ങളെ, അപ്പൊ എന്താണ് സുവിശേഷം? എങ്ങനെയാണ് സുവിശേഷം അറിയിക്കുന്നത്? സുവിശേഷം അറിയിക്കണമോ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എന്താണ് സുവിശേഷത്തെപ്പറ്റി ബൈബിൾ പറയുന്നത്? നമുക്ക് ഒന്നാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. വേഗത്തിൽ തന്നെ ബൈബിൾ എടുക്കുക, വളരെ സീരിയസ് ആയിട്ടിരിക്കുക. ഇതിനുശേഷം കൃപാവര ശുശ്രൂഷകളിൽ എങ്ങനെയാണ് നമുക്ക് ശോഭിക്കുവാൻ കഴിയുന്നത്, എങ്ങനെയാണ് കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് നാം ദർശനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്, എങ്ങനെയാണ് പ്രവചന വരങ്ങൾ ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് 9 കൃപാവചന വരങ്ങൾ നമ്മളിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളിലൂടെ നിങ്ങൾക്ക് കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയുന്നത് എന്നതിലേക്ക് നമുക്ക് പോകാം. എല്ലാ വെള്ളിയാഴ്ചയും നമ്മളിതിൻ്റെ തുടർച്ചയായിട്ടാണ് പോകുന്നത്. അപ്പം ആദ്യമായിട്ട് കേൾക്കുന്നവർ ലൈവിലുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക, ഇത് ഫോളോ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ യൂട്യൂബിൽ ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ സുവിശേഷകർക്ക് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ് എന്നുള്ളത് ഏതെങ്കിലും ഒരു ഹെഡിങ്ങിൽ ഒരു പ്ലേലിസ്റ്റ് കാണും. അതിലേക്ക് ഓരോ ദിവസവും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആമേൻ. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ
16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിലോ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നോക്കിക്കേ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നോക്കിക്കേ, അപ്പൊ ഓരോ വിശ്വാസിയോടും ദൈവത്തിന്റെ വചനം പറയുന്നു, സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഇപ്പൊ എന്തോ പ്രത്യേകത ഇതിൻ്റെ അകത്തുണ്ട്, കേട്ടോണേ. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നോക്കിക്കേ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിലോ അയ്യോ കഷ്ടം. രണ്ട് കാര്യം ശ്രദ്ധിച്ചോണേ. ഒന്ന്, പൗലോസ് പറയാം, സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നോക്കിക്കേ, എൻ്റെ കൂടെ പറഞ്ഞ് എൻ്റെ മേൽ സുവിശേഷം പറയണമെന്നുള്ള നിർബന്ധം കിടക്കുന്നുണ്ടെന്ന് പറ. എന്റെ മേൽ സുവിശേഷം പറയണമെന്നുള്ള നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ആമേൻ. നമ്മുടെ മേൽ സുവിശേഷം പറയണമെന്നുള്ള നിർബന്ധം കിടപ്പുണ്ട്. അപ്പം അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിലോ, നോക്കിക്കേ, അറിയിക്കുന്നില്ലെങ്കിലോ ലോകത്തിനല്ല, ബൈബിൾ പറയുന്നു സുവിശേഷം അറിയിക്കുന്നെങ്കിലോ അറിയിക്കുന്നില്ല എങ്കിലോ എനിക്കയ്യോ കഷ്ടം. കണ്ടോ? അപ്പൊ സുവിശേഷം എൻ്റെ മേൽ നിർബന്ധം, സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്ന് ബൈബിൾ പറയുന്നു. അപ്പൊ 3 കാര്യം ശ്രദ്ധിച്ചോണേ. ഒന്ന്, സുവിശേഷം അറിയിക്കുമ്പോൾ പ്രശംസ ഉണ്ടാകും, പക്ഷെ ആ പ്രശംസ എനിക്ക് ലഭിക്കത്തില്ല, പ്രശംസിപ്പാൻ എനിക്കൊന്നുമില്ല, എൻ്റെ മേൽ നിർബന്ധം കിടക്കുന്നു. നമുക്കറിയാം, ഈ ലോകത്തിൽ സുവിശേഷം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലായിരിക്കുന്ന ഓരോ വ്യക്തി അറിയണം. രക്ഷിക്കപ്പെട്ട വ്യക്തി, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്ന വചനമാണ്. 16 മുതൽ അനാവശ്യമായിട്ട് സംസാരിക്കുന്നവർ ലിഫ്റ്റ് ചെയ്യുക, പ്രാർത്ഥനയോടെ ഇരിക്കുന്നവർ മാത്രം ജോയിൻ ചെയ്യുക. കർത്താവ് സഹായിക്കട്ടെ. നോക്കിക്കേ, വചനം പറയുന്നു, നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അപ്പൊ ഇന്റർനാഷണൽ കോളിംഗ് ആണ്. നിങ്ങൾ വീട്ടമ്മയായിരിക്കാം, സാധാരണക്കാരിയായിരിക്കാം, യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ഏതെങ്കിലും ഒരു സഭയിൽ, ഏതെങ്കിലും ഒരു മൂലയിൽ, ഏതെങ്കിലും ഒരു പായിലോ കസേരയിലോ ഒതുങ്ങുവാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. സുവിശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ലോകത്തിന്റെ അറ്റത്തോളം അറിയിക്കണം. നമുക്കറിയാം, നമ്മുടെ ഒരു പഞ്ചായത്തിൽ നിന്ന് അടുത്ത പഞ്ചായത്ത് വരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ഒരു പഞ്ചായത്തിൽ നിന്ന് അടുത്ത പഞ്ചായത്ത് വരെ നിങ്ങൾക്ക് പോകണമെങ്കിൽ എത്ര രൂപ വണ്ടിക്കൂലി വേണ്ടി വരും? ഒന്ന് പറയാം, ഒരു ഏകദേശം പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും 20-40 ആ. അപ്പൊ നിങ്ങൾക്ക് ഒരു പഞ്ചായത്തിൽ നിന്നും അടുത്ത പഞ്ചായത്തിലോട്ട് പോകണമെങ്കിൽ 19-20 അല്ലെങ്കിൽ 20-40 ഈ പൈസ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാം, അല്ലേ? അത് നമുക്ക് വലിയ പാടുള്ള കാര്യമാണോ? വലിയ പാടുള്ള കാര്യമാണോ? അല്ല. എന്നാൽ ഇവിടുന്ന് ഭൂലോകത്തിന്റെ അറ്റത്തോളം, ഭൂലോകത്തറ്റത്തോളം ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ഒരു രാജ്യം അങ്ങോട്ട് പറഞ്ഞ്, ഞാനിപ്പോ പറയാ, കേരളത്തിൽ നിന്നും നിങ്ങൾക്ക് അമേരിക്ക വരെ പോകണമെങ്കിൽ എത്ര രൂപ വേണ്ടി വരും? ഒന്ന് പറഞ്ഞ്. 1 ലക്ഷം. 1 ലക്ഷം രൂപയ്ക്ക് പോയിട്ട് വരുമോ? 1 ലക്ഷം രൂപ ലക്ഷങ്ങൾ വേണം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ, നമുക്ക് ലക്ഷങ്ങൾ ആവശ്യമാണ്. പക്ഷെ ബൈബിൾ പറയുന്നു ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി. ഇപ്പൊ നിങ്ങൾ പറയുന്ന, ബ്രദറെ, അടുത്ത പഞ്ചായത്ത് വരെ ഞാൻ റെഡിയാ, അടുത്ത പഞ്ചായത്ത് വരെ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, 20-40 രൂപ കൊടുത്ത് സുവിശേഷം പറയാൻ വേണ്ടി പോകാം. പക്ഷെ ലോകത്തിന്റെ അറ്റത്തോളം പോകണമെങ്കിൽ അതിനുള്ള പോക്കറ്റ് മണി എനിക്കില്ല. അപ്പൊ തന്നെ ആദ്യം മനസ്സിലാക്കണമേ, ഇതാണ് പൗലോസ് പറഞ്ഞത്, സുവിശേഷം പറയുന്നതിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. അതിന്റെ കാരണം ഭൂലോകത്തിന്റെ അറ്റത്തോളം ദൈവം നിങ്ങളെ അയക്കുവാണ്, നിങ്ങൾ പോകുവല്ല. ദൈവം നിങ്ങളെ അയക്കുവാണ്. അപ്പൊ അയക്കണമെങ്കിൽ എന്തെല്ലാം വേണം നമുക്ക്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ഒരു പഞ്ചായത്തിൽ നിന്ന് അടുത്ത പഞ്ചായത്ത് വരെ പോകണമെങ്കിൽ നമുക്ക് കിട്ടുന്ന തുച്ഛമായ ഒരു വരുമാനം മതി. പക്ഷേ ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു രാജ്യത്തോട്ട് പോകണമെങ്കിൽ ഇത് പോരാ, രാജ്യങ്ങളിൽ പോകണമെങ്കിൽ ഇത് പോരാ. അപ്പൊ നമുക്ക് എന്തു വേണം? നമുക്കിത് പോകാനുള്ള എക്സ്പെൻസ് വേണം. അപ്പൊ ഇത് ആര് തരും? ഇതെല്ലാം ചോദ്യങ്ങളല്ലേ? ഇനി ശ്രദ്ധിച്ചോണം, ഞാൻ ഈ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സുവിശേഷം നമ്മൾ അറിയിക്കുമ്പോൾ നിങ്ങളുടെ ഒരു എഫേർട്ടും ദൈവത്തിന് ആവശ്യമില്ല. പകരം ഈ വാക്യം നമ്മൾ നോക്കിക്കേ, കൊരിന്ത്യ ലേഖനത്തിലേക്ക് പറഞ്ഞു, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിലോ പ്രശംസിപ്പാൻ എനിക്ക് ഒന്നുമില്ല. അപ്പൊ ലോകത്തിന്റെ അറ്റത്തോളം പൗലോസ് പറയും, എന്റെ പോക്കറ്റിലെ കാശ് മൊത്തം മുടക്കി ഞാൻ അവിടെ എല്ലാം പോയെന്ന് പൗലോസ് പറയുന്നില്ല. കാരണം എനിക്ക് പ്രശംസിപ്പാൻ ഒരു അവസരം ദൈവം തരുന്നില്ല.
കാര്യം അവിടെ ചെന്നപ്പോൾ കൃപ എനിക്ക് വെളിപ്പെട്ടു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒന്നും കൈ കരുതരുത്, രണ്ടുടുപ്പെടുക്കരുത്, ചെരുപ്പെടുക്കരുത്, മടിയിലൊന്നും ശേഖരിക്കരുത്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ ഒരുക്കും. ഒരു ബന്ധമില്ലാത്ത രാജ്യത്ത്, പട്ടണത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വഴികളെയും വീടുകളെയും ദൈവം ഒരുക്കും. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. മർക്കോസിന്റെ ലേഖനത്തിൽ, മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിനെ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ നോക്കിക്കേ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും നമ്മൾ പറഞ്ഞു. അപ്പം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അകത്തേക്ക് ഒരു ശക്തി വരും. ഈ ശക്തിയാണ് പരിശുദ്ധ ആത്മാവ്. ഈ ശക്തി നിങ്ങളിൽ വന്നു കഴിയുമ്പോൾ, ശ്രദ്ധിച്ചോണേ, ഈ ശക്തി നിങ്ങളിൽ വന്നു കഴിയുമ്പോഴാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സഭയിൽ ചെല്ലുന്നു, ഒരു ബൈബിൾ മേടിക്കുന്നു, അവിടെ പോകണം, എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും പ്രാർത്ഥന കൂടുന്നു, നിങ്ങളുടെ വീട്ടിലെ വിഷയങ്ങൾ. ഇന്ന് ഞാൻ നമ്മുടെ സാധാരണ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കത്തില്ല. ഒരു സുവിശേഷ ട്രെയിനിങ്ങിൽ എങ്ങനെയാണോ, ഒരു സുവിശേഷകരോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്, ഞാൻ അതുപോലെയാണ് സംസാരിക്കുന്നത്. ലീഡർ ആകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഇത് വലിയൊരു അവസരമാണ്. ആമേൻ. അപ്പൊ നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ, ഇനി ശ്രദ്ധിച്ചിരുന്നേ, ഈ വീഡിയോ ഓണാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരെ അവിടെ ഇരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ ഓഫാക്ക്. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കഴിവല്ല. രക്ഷ എന്ന് പറഞ്ഞാൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, കർത്താവേ നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തരണം, നീ എന്നെ രക്ഷയാൽ യഥാസ്ഥാനപ്പെടുത്തണം. ഇപ്പൊ രക്ഷയെന്ന് പറഞ്ഞാൽ സ്ഥാനം മാറിക്കിടന്ന എന്നെയും നിങ്ങളെയും യഥാസ്ഥാനത്ത് കൊണ്ട് വെക്കുന്നതാണ് രക്ഷ. അപ്പൊ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാപം നിമിത്തം സ്ഥാനം മാറിപ്പോയ നമ്മളെ വീണ്ടും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചതാണ് രക്ഷ. ഇങ്ങനെ കൊണ്ടുവന്ന ആളാണ് പരിശുദ്ധാത്മാവ്. യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയണമെങ്കിൽ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. അങ്ങനെ രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ മേൽ ശക്തി വന്നു. ഈ ശക്തി വന്നതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷിയായി എൻ്റെ സുവിശേഷം അറിയിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, പോക്കറ്റ് നോക്കിയാൽ അടുത്ത പഞ്ചായത്ത് വരെ സുവിശേഷം അറിയിക്കുവാനുള്ള ബഡ്ജറ്റേ നിങ്ങളുടെ പോക്കറ്റിലുള്ളൂ. എന്നാൽ അകത്തിരിക്കുന്ന ശക്തിക്ക് നിങ്ങളെ ലോകത്തിന്റെ അറ്റത്തോളം കൊണ്ടുപോകുവാൻ കഴിയും. ആമേൻ. അപ്പൊ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വന്നു. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, രക്ഷിക്കപ്പെട്ട നിമിഷം മുതൽ എൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നെന്ന് പറ. ഇനി നോക്കിക്കേ, ഇനി കൊരിന്ത്യ ലേഖനം പറഞ്ഞു, ഞാൻ സുവിശേഷം അറിയിക്കുന്നെങ്കിലോ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. കാര്യം എന്തുവാ? പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശംസിപ്പാൻ അവസരമില്ല. ഇനി കേട്ടോണേ, അടുത്ത വാക്യം, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അപ്പൊ എൻ്റെ മേൽ ഒരു നിർബന്ധം കിടക്കുക. സുവിശേഷം അറിയിച്ചേ പറ്റത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട വ്യക്തി യേശുവിനെ അറിയിച്ചേ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ കൽപ്പനയാ. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിലോ അയ്യോ കഷ്ടം. അപ്പൊ ഒരു ചോദ്യം, സുവിശേഷം അറിയിച്ചാലോ? അറിയിച്ചില്ലെങ്കിൽ കഷ്ടമാണെങ്കിൽ അറിയിച്ചാലോ? ഒന്ന് പറയുന്നത് കിട്ടും? ഒന്ന് പറഞ്ഞേ, മ്യൂട്ട് മാറ്റി പറഞ്ഞു. അനുഗ്രഹം കിട്ടും. അപ്പൊ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടമെങ്കിൽ സുവിശേഷം അറിയിച്ചാൽ അനുഗ്രഹം കിട്ടും. അതുകൊണ്ടാണ് ഈ ദുരുപദേശം പരത്തുന്നത്. സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് അടിക്കുമെന്നും, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഭൂതമല്ല നിങ്ങളുടെ പുറത്തോട്ട് കയറുമെന്നും, നിങ്ങളെ ഉന്തിയിടുമെന്നും, നിങ്ങളെ കൊല്ലുമെന്നും, നിങ്ങളെ തകർക്കുമെന്നൊക്കെയുള്ള ദുരുപദേശം പിശാച് കൊണ്ടുവന്നതാണ്. ആളുകളെ കവർന്നെടുത്ത് അവരെന്ത് ചെയ്തു? പിശാച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. പ്രാർത്ഥിച്ച അടി കിട്ടും കേട്ടോ. ബൈബിളിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആർക്കാ അത്? സ്കേവയുടെ പിള്ളേര്. അവര് യേശുക്രിസ്തുവിന്റെ മന്ത്രവാദം ചെയ്ത് നടന്ന ആൾക്കാർ എന്ത് ചെയ്തു? യേശുവിന്റെ നാമത്തെ ഉപയോഗിച്ചപ്പോൾ രക്ഷിക്കപ്പെടാത്ത ആളുകൾ, മന്ത്രവാദികളായിട്ടുള്ള ആളുകൾ യേശുവിന്റെ നാമത്തെ ബിസിനസ് ആക്കി നോക്കിയപ്പോൾ എന്ത് ചെയ്തു? പിശാചിന് മനസ്സിലായി ഇത് ഡ്യൂപ്ലിക്കേറ്റാ, ഒറിജിനലിനെ തൊടാൻ പറ്റത്തില്ല രക്ഷിക്കപ്പെട്ടവര്. ആമേൻ. അപ്പൊ സുവിശേഷം അറിയിച്ചാൽ എനിക്ക് കഷ്ടമല്ല, അനുഗ്രഹമാണ്. ഈ മർമ്മം മനസ്സിലാക്കണമേ. നിങ്ങൾ സുവിശേഷം അറിയിച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ട്? ദൈവത്തിന്റെ ഭാഗത്തു നിന്നും അനുഗ്രഹമുണ്ട്. കാര്യം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഓരോ വിശ്വാസിയും ദൈവരാജ്യത്തിന്റെ വേലക്കാരാ. കണ്ടോ? സ്വർഗരാജ്യത്തിന്റെയും ദൈവരാജ്യത്തിന്റെയും വേലക്കാരാണ് നിങ്ങൾ. അപ്പൊ എന്താണ് സുവിശേഷം?
പൊതുവെ ആൾക്കാരുടെ മനസ്സിലോട്ട് ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത് ഇതാണ്. യേശു ക്രിസ്തു തിമത്തിയോസിന്റെ ലേഖനത്തിൽ 2 തിമത്തിയോസ് അതിന്റെ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവാകുന്നു, യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. കണ്ടോ, അതാകുന്നു സുവിശേഷം. 8-9 വായിച്ചേ നോക്കിയേ, ഇതാണ് സുവിശേഷം. അപ്പൊ നിങ്ങൾ പോയിട്ട് പറയാം, സഹോദരി കർത്താവിനെ വിശ്വസിക്കുക കേട്ടോ, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് രക്ഷയുണ്ടാകും. ഇങ്ങനെ പറയാനല്ല യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വാ, നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും എന്ന് പറയാൻ വേണ്ടി അല്ല യേശു നിങ്ങൾ അയച്ചിരിക്കുന്നത്. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കണം. നോക്കിക്കേ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. നോക്കിക്കേ അടുത്ത വാക്യം, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. കണ്ടോ, ഇതാ നിങ്ങളുടെ അധികാരം. നിങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. ഏത് വീട്ടിൽ ചെന്നാലും, ഏത് ഭവനത്തിൽ ചെന്നാലും, ആ ഭവനത്തിൽ എത്ര കുഴപ്പമുണ്ടെങ്കിലും ആ കുഴപ്പത്തെ മാറ്റുവാൻ നിങ്ങളുടെ അകത്ത് ശക്തി ഇരിപ്പുണ്ട്. സുവിശേഷത്തിന്റെ ശക്തി ഇരിപ്പുണ്ട്. ആമേൻ. ഞാൻ പെട്ടെന്നൊരു ഉദാഹരണം പറയാം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ അവിടെ രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. ഇനി ശ്രദ്ധിച്ചിരുന്നോണേ, അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു. ഞാൻ ഇതിന്റെ ചരിത്രം കേട്ടപ്പോഴാണ് മനസ്സിലായത്, ഈ അസാധാരണമായ ദയ കാണിക്കാൻ കാരണം ബർബരന്മാർ എന്ന് പറഞ്ഞാൽ കടൽ കൊള്ളക്കാരവര്. ഈ കപ്പൽ തകർന്ന് കരയിലേക്ക് വരുന്ന ആൾക്കാരുടെ സ്വർണവും അതുപോലുള്ള സാധനങ്ങളും ഒക്കെ കടലിൽ നിന്ന് നീന്തി വരുന്നവരെ അവിടെ വെച്ച് തന്നെ കഴുത്തറത്തും കൊന്നുമൊക്കെ സ്വർണം കട്ടെടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ ഈ ബർബരന്മാര്. ഇവർക്ക് ഒരിക്കലും ഒരു ദയയോ കരുണയോ ഒന്നുമില്ല. കുറെ പൈസ പൈസ പൈസ, ഇത് മാത്രമേ ഇവർ ലക്ഷ്യമുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ പൗലോസ് കടലിലേക്ക് വീണപ്പം സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. പക്ഷെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ഒരു ദയ കാണിച്ചു. ഇതാണ് സുവിശേഷത്തിന്റെ വിളിയുള്ളവൻ എവിടെ ചെന്നാലും ഒരു അസാധാരണമായ ദയ ഉണ്ടാവും. എത്ര തകർന്ന ഭവനത്തിലോട്ട് നിങ്ങൾ കയറി ചെന്നാലും ഓർത്തോണേ, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപയുള്ളത് കൊണ്ട്, സുവിശേഷത്തിന്റെ കൃപയുള്ളത് കൊണ്ട്, പരിശുദ്ധാത്മ ശക്തി ഉള്ളത് കൊണ്ട് എത്ര ദുഷ്ടനും ഒരു അസാധാരണമായ ദയ കാണിക്കും. ആമേൻ. നോക്കിക്കോണേ, അടുത്ത വാക്യത്തിൽ പറയുന്നു, ശീതം നിമിത്തം തീ കൂട്ടി ഞങ്ങളൊക്കെയും കൈകൊണ്ട് പൗലോസ് കുറേ വിറക് പെറുക്കി തീ ഇട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ മേൽ കൈ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ, നോക്കിക്കേ, ഈ മനുഷ്യൻ, ആ വചനം പറഞ്ഞു നോക്കിക്കേ, ഈ മനുഷ്യൻ ഒരു 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 എന്താ പറയുക, നോക്കിക്കേ, അവന്റെ കൈമേൽ തൂങ്ങിയപ്പോൾ ബർബരനെ കണ്ടപ്പോൾ ഈ മനുഷ്യന്റെ കുലപാതകൻ, സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ രക്ഷിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിലിട്ട് കുടഞ്ഞു കളഞ്ഞു, ദോഷം പറ്റുകയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. നേരം കാത്തും അവനൊന്നും വന്നില്ല, ഒന്നും ഭവിച്ചുമില്ല. അവർ കണ്ട് മനസ്സു മാറി, ഇവനൊരു ദേവനെന്ന് പറഞ്ഞു. കണ്ടോ, ഇപ്പൊ സുവിശേഷത്തിന്റെ വിളിയുള്ളവനെ പാമ്പ് കടിച്ചാലും ഏക്കത്തില്ല. ഞാൻ എൻ്റെ അർത്ഥം പാമ്പിന്റെ കൂട്ടിപ്പോ കേടലെന്നല്ല എൻ്റെ അർത്ഥം. സുവിശേഷത്തിന്റെ നിയോഗം നിങ്ങളുടെ മേലുണ്ടോ? അതാ ഞാൻ പറഞ്ഞു, സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ അയ്യോ കട്ടമാണെങ്കിൽ സുവിശേഷം അറിയിച്ചാൽ അനുഗ്രഹമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ സുവിശേഷം പറയാൻ തുടങ്ങിയോ, ദൈവം നിങ്ങളെ നിർത്തും. ദൈവത്തിന് തോന്നുക ഇവൻ കൊള്ളാം, അല്ലെങ്കിൽ ഈ പുള്ളിക്കാരൻ കൊള്ളാം, ഈ വ്യക്തി കൊള്ളാം, എൻ്റെ നാമത്തിൽ നിൽക്കാൻ നല്ല റെഡിയോ, എവിടെ പോലും സുവിശേഷം പറയുന്നുണ്ട്, കർത്താവ് തീരുമാനം, അങ്ങനെയെങ്കിൽ ആ കുടുംബത്തെ ഞാൻ അങ്ങ് നിർത്തും. അപ്പം നമ്മുടെ വിഷയങ്ങൾ പിന്നെ ദൈവത്തിന്റെ വിഷയമായിട്ട് മാറും. ഇവിടെ പൗലോസ് മെലീത്ത ദ്വീപിലേക്ക് വന്നത് സുവിശേഷ നിമിത്തം കാരാഗൃഹത്തിൽ അടക്കപ്പെട്ടു, തടവുകാരനായിട്ട് കപ്പലേ കയറി, അവിടുന്ന് കപ്പൽ തകർന്നു, കടലിൽ വീണ്. പൗലോസ് പറയും, ഞാൻ വീട്ടിൽ ഇരുന്ന ആളാ, സുവിശേഷം അറിയിച്ച നിമിത്തം എനിക്ക് ഇങ്ങനെ ഉണ്ടായത്. കണ്ടോ, ഈ പാമ്പ് വരെ എന്നെ കടിച്ചു. തമ്പുരാൻ പറയും, മോനെ, സുവിശേഷ നിമിത്തമാണ് നീ കടലിൽ വീണതെങ്കിൽ, സുവിശേഷ നിമിത്തമാണ് കര പറ്റിയെങ്കിൽ, സുവിശേഷ നിമിത്തം ആ ദേശത്ത് വന്ന് പാമ്പ് കടിച്ചെങ്കിൽ ഉറപ്പിച്ചോ, ആ പാമ്പിന്റെ വിഷം നിന്നെ ഏക്കത്തില്ല. കാരണം എനിക്ക് നിന്നെ നിർത്തിയേ പറ്റത്തുള്ളൂ, നീ സുവിശേഷകനാണ്. ആമേൻ. അപ്പൊ സുവിശേഷം അറിയിക്കുവാൻ നിയോഗമുള്ളവന്റെ വഴി തടയുവാൻ അണലിക്ക് കഴിയത്തില്ല, ഈശാന മൂലം എന്ന് പറയുന്ന കാറ്റിന് കഴിയത്തില്ല, റോമൻ ഗവൺമെന്റിനോ ഒന്നിനും കഴിയത്തില്ല. കാരണം വിളിയുള്ളവനെ ഒതുക്കാൻ കഴിയത്തില്ല. ആമേൻ. അടുത്ത വാക്ക് നോക്കിക്കേ, അവര് പറയുന്നു പൗലോസ് ഒരു ദേവന. തർക്കിക്കുന്നില്ല, അവരുടെ ചിന്തയിൽ ദേവന്മാരാണ് പാമ്പ് കടിച്ചാൽ മരിക്കാത്തത്. ഓക്കെ, ആ സമയത്ത്
പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണി ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അപ്പോൾ പുബ്ലിയോസ് എന്ന് പറയുന്ന ഒരു പ്രമാണി, നമ്മുടെ നാട്ടിൽ പറയുവാണ് ഒരു മുതലാളി അല്ലെങ്കിൽ വലിയൊരു ഉടമസ്ഥ ജന്മി എന്ന് പറയുന്ന പോലെ പേരാണ് പുബ്ലിയോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അയാൾക്ക് അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? അവർ തങ്ങളെ ചേർത്തു 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. അപ്പൊ ഇത് കണ്ടപ്പോൾ അവർക്ക് വലിയ അതിശയം തോന്നി, പൗലോസ് വലിയ ആളാന്നൊക്കെ തോന്നി. എന്നാൽ അടുത്തത് ഇതാണ് സുവിശേഷത്തിന്റെ വിളിയുള്ളവൻ. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പിലായിരുന്നു. പൗലോസ് അവൻ അടുക്കൽ ചെന്ന് അകത്ത് ചെന്ന് പ്രാർത്ഥിച്ചു, അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. കണ്ടോ? ഇതാണ് സുവിശേഷകൻ. ഒരു ഭവനത്തിൽ ചെന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ കുടുംബത്തിന്റെ മേൽ അവരുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ നിങ്ങളുടെ മേൽ ശക്തിയുണ്ട്. പൗലോസിന് കൂടെ വന്ന തടവുകാർക്കുമെല്ലാം ആ പുബ്ലിയോസ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ സ്ഥലത്ത് ഒരു ഇടം കൊടുത്തു. നിങ്ങൾ ഇവിടെ താമസിച്ചോ, കണ്ടോ, എന്റെ പറമ്പിൽ താമസിച്ചോ, ടെന്റ് അടിച്ചോ, എന്റെ വെള്ളിൽ തരാം. ആദരവോടെ പുള്ളി സൽക്കരിച്ചപ്പോൾ അവർ സൽക്കരിച്ചത് സുവിശേഷകനെയാണ്. അവർ സൽക്കരിച്ചത് പൗലോസ് എന്ന് പറയുന്ന തടവുകാരനെ അല്ല, പകരം പൗലോസ് എന്ന് പറയുന്ന സുവിശേഷകനെ എന്ത് ചെയ്തു? ഉടനെ പൗലോസ് എന്ത് ചെയ്തു? ഒരു കാര്യം ചെയ്തു. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പില്ല. പുള്ളി നമുക്ക് എന്നാ രോഗം എന്ന് പറയുന്നില്ല, പനിയും എന്തോ ചിലപ്പോൾ കിടപ്പ് രോഗിയായിട്ട് കിടക്കുക അയാൾ. എന്നാൽ പൗലോസ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈവച്ചു. അടുത്തത് കേട്ടോണേ, ഇത് സംഭവിച്ചത് ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. ഇതാണ് സുവിശേഷം. മർക്കോസിന്റെ 16 പറയുന്നു, രക്ഷിക്കപ്പെട്ടവൻ എന്ത് ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും അവർ പുതുഭാഷയിൽ സംസാരിക്കുകയും സർപ്പങ്ങളെ പിടിച്ചെടുക്കുകയും മരണകരമായ യാതെന്ന് വിളിച്ചാലും ഹാനി വരത്തില്ല. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. കഴിവല്ല, ഇതാണ് പറഞ്ഞത്, പ്രശംസിപ്പാൻ ഒന്നുമില്ല. പൗലോസ് പറഞ്ഞില്ലേ, സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. കാരണം കൈവെക്കുമ്പോൾ പുബ്ലിയോസിന്റെ പിതാവ് സൗഖ്യമാകുന്നു. ആ ദ്വീപിലെ ആൾക്കാരെല്ലാം പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പൗലോസ് കൈവെക്കുമ്പോൾ കൂട്ട സൗഖ്യം നടക്കുക. ഇതെന്നാ പൗലോസ് രഹസ്യം? സുവിശേഷം എൻ്റെ മേൽ നിർബന്ധം കിടക്കുക. രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ മേൽ ശക്തി വന്നു. ഈ ശക്തിയുടെ പ്രത്യേകത, എവിടെ സുവിശേഷം അറിയിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ശക്തി വെളിപ്പെടും. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ഒരു ചോദ്യം, രോഗികളെ സൗഖ്യമാക്കുവാൻ പ്രത്യേക കഴിവ് വേണോ? നിങ്ങൾ പറ, പ്രത്യേക കൃപ വേണോ? രക്ഷിക്കപ്പെട്ടാൽ മതി. രോഗികൾ സൗഖ്യമാകുന്നതിന്റെ രഹസ്യം യേശുവിന്റെ നാമത്തിലാണ്. അവിടെ നിങ്ങൾ എപ്പോഴും ഓർത്തോണേ, രോഗം സൗഖ്യമാകുന്നതിന്റെ കാരണം യേശുവിന്റെ നാമത്തിലെ വിശ്വാസത്താലാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാലാണ്. അത് ഉപയോഗിക്കുവാൻ നമുക്ക് കൃപ ലഭിച്ചു. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, അപ്പൊ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുക, നീ രക്ഷപ്പെടുമെന്ന് പറയുന്നതല്ല, അവരെ രക്ഷപ്പെടുത്തുന്നതാ സുവിശേഷം. പൗലോസ് പുബ്ലിയോസിന്റെ വീട്ടിൽ പോയിട്ട് പറയാം, അപ്പച്ച എന്നാ പറ്റി? പനിയാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങ് സൗഖ്യം കൊടുക്കണമേ, ദൈവമേ അങ്ങ് വിടിവിക്കണമേ, ഈ പിതാവിനെ രക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ? അവർ പറയും, ഇത് എവിടുന്ന് വന്ന മനുഷ്യനാന്ന് ചോദിക്കും. ആമേൻ. എന്നാൽ പൗലോസ് അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? പൗലോസിന് മനസ്സിലായി, ദൈവം എന്നെ അയച്ചിരിക്കുന്നത് ഈ പുബ്ലിയോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ ഭവനത്തിന്റെ മേൽ രോഗികളെ സൗഖ്യമാക്കുവാനാണ്. അപ്പൊ ഒരു വീട്ടിൽ നിങ്ങളെ ദൈവം അയക്കുന്നത് ദൈവത്തിന് ആ കുടുംബത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ആമേൻ. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ഒരു ഫുൾ പാക്കേജ് ആണ്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു ദൈവരാജ്യത്തിന്റെ മർമ്മം കാണാപ്പാടെ പറയാൻ ആരെങ്കിലും ഉണ്ടോ? ദിവസവും പറയുന്നതാണ്. ദൈവരാജ്യം പ്രസംഗിക്കുക എന്ത് ചെയ്യണം? മത്തായി 10 നോക്കി, ഇവിടെ നിങ്ങൾ ഈ വാക്യം നോക്കിക്കേ, യേശുക്രിസ്തു പറഞ്ഞ വാക്ക് നോക്കിക്കേ. കർത്താവ് പറയുന്നു, നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുക്കൂ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ? പറ. കിട്ടി. കണ്ടോ? അപ്പോ സുവിശേഷം പറയാൻ വേണ്ടി എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ വീടിലെ രോഗികളെ സൗഖ്യമാക്കണം, ആ കുടുംബത്തിന്റെ ബന്ധനങ്ങളെ അഴിക്കണം, ആ കുടുംബത്തിന്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഭൂതങ്ങളെ പുറത്താക്കണം.
ഇത് കൽപ്പനയാണ്. നിങ്ങൾ ദൈവത്തിന്റെ വേലക്കാരാണ്. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് അറിയിച്ചുകൊണ്ട് ബ്രദറെ എന്താ എനിക്ക് ഗുണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോയാൽ നിങ്ങളുടെ ഭവനത്തിന്റെ കാര്യം യേശു ഏറ്റു. മനസ്സിലായോ? നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭവനത്തിന്റെ കാര്യം യേശു ഏറ്റു. തെളിവെന്തുവാ? വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ എന്ന് ബൈബിളിൽ പറയുന്നു. അപ്പൊ നിങ്ങൾ ആരാ? ദൈവത്തിന്റെ വേലക്കാരാണ് ആ നിമിഷം മുതൽ. അപ്പൊ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യുക. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഞാനൊരു വ്യക്തിയുടെ അടുത്ത് പോയി സുവിശേഷം പറയുമെന്ന് വിചാരിച്ചു. സഹോദര, ഇനി എന്താണ് സുവിശേഷം എന്ന് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ കാണുന്ന ഒരാളുടെ വീട്ടിൽ കയറി, ഒരു പരിചയമില്ലാത്തവരുടെ വീട്ടിൽ കയറി ഇടിച്ചു കയറി, നിങ്ങൾ ഇപ്പൊ കർത്താവിനെ വിശ്വസിച്ചില്ലെങ്കിൽ, പണ്ടേ അനുഭവം ഒരു ബ്രദർ പറഞ്ഞതുപോലെ, ഒരു സഹോദരൻ പറഞ്ഞത്, അയാളുടെ പിതാവ് ICU കിടക്കുക, മരണത്തോട് മല്ലടിക്കുക. ഒരാൾ ഒരു ദേവദാസൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യേശുവിനെ ഇപ്പൊ വിശ്വസിച്ചില്ലെങ്കിൽ പിതാവ് മരിച്ചു പോകും, ഈ സുവിശേഷത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ. അദ്ദേഹം ഓർത്ത് ഇത് എന്ത് മനുഷ്യനാ? മരിയാൻ കിടക്കുന്ന പിതാവ് ഹോസ്പിറ്റലിൽ അടുത്ത് വന്നിട്ട് പറയാം, ഇപ്പം യേശുവിനെ വിശ്വസിക്കാത്തതുകൊണ്ട് നീ മരിച്ചു. അങ്ങനെ പറയുന്ന നല്ല സുവിശേഷം. ആ വ്യക്തിക്ക് വേണ്ടി ആദ്യം പോയി പ്രാർത്ഥിക്കണം. ആ വ്യക്തി സൗഖ്യമാകുമ്പോൾ അവരോട് പറയണം, യേശുവാണ് ഇത് പ്രവർത്തിച്ചത്. കണ്ടോ? തകർന്നിരുന്ന വ്യക്തികൾക്ക് പോയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ അകത്ത് ശക്തിയുണ്ട്. ഓടി ചെന്ന ഉടനെ നിങ്ങൾ ഈ കാണിക്കുന്ന മുഴുവൻ തെറ്റാകട്ടോ, ഇതെല്ലാം കള്ളത്തരാകട്ടോ, ഇതൊന്നും അല്ല സത്യം കേട്ടോ, ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാന്ന് പറയാനല്ല നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു ചെയ്ത ശുശ്രൂഷ നമ്മളെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാ. കർത്താവ് നേരെ പോയിട്ട് നിങ്ങളെല്ലാം കള്ളന്മാരാന്നല്ല പറഞ്ഞത്. രോഗമുള്ളവർക്കാണ് വൈദ്യനെ കൊണ്ട് കാര്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം. കർത്താവ് സൗഖ്യദായകനായി, ആശ്വാസത. അപ്പം ഈ കാണുന്ന കാര്യം നോക്കി, ഈ ദൈവരാജ്യവും രോഗവും ഒക്കെ ആയിട്ട് എന്നാ ബന്ധം പറഞ്ഞു തരാം. അതാണ് പറഞ്ഞത്, ദാവീദിന്റെ സന്തതിയായി യേശു ജനിച്ചു, മരിച്ചു, ഉയർത്തു. ഞാനത് പലതവണ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാം. യേശു ജനിച്ചത് ലോകത്തിന്റെ പാപത്തിന് വേണ്ടി, ഭൂമിയിൽ മരണം അനുഭവിക്കാൻ വേണ്ടിയാണ് യേശു ജനിച്ചത്. യേശു ജനിച്ചതിന്റെ കാരണം ലോക മനുഷ്യന്റെ പാപം ചുമക്കാൻ. പാപം എന്ന് പറയുന്ന ഒരു വിത്ത്, നമ്മുടെ മാങ്ങ പോലെ, മാവ് പോലെ, മാവിന്റെ വിത്ത് പോലെ ഒരു വിത്താണ് പാപം. പാപത്തിന്റെ ഫലമാണ് ശാപം, കഷ്ടത, രോഗം, നിന്ദ, പരിഹാസം. ഇതെല്ലാം പാപത്തിന്റെ ഫലങ്ങളാണ്. അപ്പൊ പാപമോചനം നടന്നാൽ രോഗസൗഖ്യം നടക്കും. പാപമോചനം നടന്നാൽ ശാപവിമുക്തി നടക്കും. പാപമോചനം നടന്നാൽ കഷ്ടതകൾ മാറും. പാപമോചനം നടന്നാൽ ദാരിദ്ര്യം മാറും. ആമേൻ. ഇതെല്ലാമായിട്ട് ബന്ധമുണ്ട് സുവിശേഷത്തിന്. ചിലർ പറയും ഈ രോഗസൗഖ്യത്തിലൊന്നും അല്ല കാര്യം. കണ്ടിട്ടുണ്ടോ? ഇതിലൊന്നും അല്ല കാര്യം. അതാണ് ദുരുപദേശം. കാര്യം യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ബൈബിൾ പറയുന്നു യേശു നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നല്ല പറയുന്നത്. പത്രോസ് ലേഖനം പറയുന്നു, അവൻ നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അടുത്ത വാക്യത്തിൽ പറയുന്നു, കർത്താവ് യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തു നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം. അപ്പം പാപമോചനവും രോഗസൗഖ്യം തമ്മിൽ ബന്ധമുണ്ട്. ഞാനിത് നമ്മുടെ UK നടന്ന ആ ഒരു ഈസ്റ്റ് ഹാമിലെ മീറ്റിങ്ങിൻ്റെ അകത്ത് കർത്താവിന്റെ കാൽവരി ക്രൂശിലൂടെ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങളെ അന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഒന്നുകൂടെ യൂട്യൂബിൽ കയറി നോക്കിയാൽ അത് കറക്റ്റായിട്ട് കിട്ടും. അത് കിടപ്പുണ്ട് യൂട്യൂബിൽ. ആമേൻ. കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ എണ്ണി നമ്മൾ പറയുന്നുണ്ട്. പാപം, ശാപം, രോഗം, കഷ്ടത, ദാരിദ്ര്യം ഇതെല്ലാം യേശു വഹിച്ചു എന്നുള്ള തെളിവായിട്ട് ബൈബിളിൽ നിന്ന് എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ആമേൻ. അപ്പൊ നമ്മൾ നോക്കി, നിങ്ങളൊരു ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് സുവിശേഷകൻ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രക്ഷിക്കപ്പെട്ട വ്യക്തിക്കകത്ത് നിർബന്ധം കിടക്കുക, സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിച്ചാൽ എന്താ ഗുണം ഒന്ന് പറ. ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചെന്ന് പറഞ്ഞു. സുവിശേഷം അറിയിച്ചാൽ എന്നാ ഗുണം? അതായത് പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുക. ഇത് കൂടാതെയുള്ള ബ്ലെസ്സിങ് ആണ് ഈ ബ്ലെസ്സിങ്. ഇത് വേലക്കാർക്ക് കിട്ടുന്ന എക്സ്ട്രാ ബോണസ് ആണ് ഇത്. അതായത് നമ്മൾ ഓൾറെഡി അനുഗ്രഹിക്കപ്പെട്ടവരാണ്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അത് കൂടാതെ പ്ലസ് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. അത് സ്വർഗരാജ്യത്ത് നിത്യതയെ ചെന്നാൽ ഇതിന്റെ യഥാർത്ഥ രൂപം നമുക്ക് പിടികിട്ടും. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് ഈ ഭൂമിയിൽ ഓടാൻ കിട്ടുന്ന സമയം. ഞാൻ നിങ്ങളോട് സുവിശേഷം പറയുമ്പോൾ എനിക്ക് പ്രതിഫലം കിട്ടും, ഇവിടെയും കിട്ടും, സ്വർഗത്തിലും കിട്ടും. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണം.
ഇനി ഞാൻ അധികം ഇന്ന് ഓരോ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ വിളി. ഇത് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ മേലേക്ക് ആ വലിയൊരു പകർച്ചയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഒന്നാമത് ശ്രദ്ധിച്ചോണം, ലൂക്കോസിന്റെ സുവിശേഷം 4 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അതാ ഞാൻ പറഞ്ഞ, രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ മേൽ അഭിഷേകമുണ്ട്, ദൈവശക്തിയുണ്ട്. അടുത്ത വാക്യത്തിൽ യേശു പറയുന്നു, ബദ്ധന്മാരെ വിടുവിക്കുവാൻ. കണ്ടോ, ബദ്ധന്മാർക്ക് വിടുതലും. ഇപ്പൊ ബന്ധിക്കപ്പെട്ടവരെ വിടുതൽ കൊടുക്കുവാൻ എന്ത് കിട്ടിയാൽ മതി? അഭിഷേകം കിട്ടിയാൽ മതി. നോക്കിക്കേ, എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവുള്ള വ്യക്തിയുടെ മേൽ അഭിഷേകമുണ്ട്. അഭിഷേകമുള്ള വ്യക്തിക്ക് ബന്ധിതരെ വിടുവിപ്പാൻ കഴിയും. കണ്ടോ? അപ്പൊ ഞാൻ ഇന്നാൾ പണ്ട് നമ്മളെടുത്ത ക്ലാസ് ആണ്. അന്ന് കേട്ട ആർക്കെങ്കിലും പറയാൻ പറ്റുക, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട് എന്നതിന് തെളിവെന്തുവാ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തുണ്ട് എന്നതിന് തെളിവെന്തുവാ? ഒന്ന് പറയാൻ പറ്റുമോ? യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട്. ആമേൻ. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ, കൊരിന്ത്യർക്ക് നേരത്തെ പറഞ്ഞു, യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയണമെങ്കിൽ പോലും ആരുടെ സഹായം വേണം? പരിശുദ്ധാത്മാവിന്റെ ഹെൽപ്പ് വേണം. അപ്പൊ അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, യേശു എൻ്റെ കർത്താവാണെന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ അകത്ത് ആരുണ്ട്? പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാ. അങ്ങനെ ഉള്ളത് കൊണ്ട് നിങ്ങളുടെ മേൽ അഭിഷേകമുണ്ട്. ഇനി ശ്രദ്ധിച്ചോണേ, ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത, ഈ അഭിഷേകം കൂടും. അഭിഷേകം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ലൈഫിന്റെ അകത്ത് ചേഞ്ചസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ബൈബിൾ അഭിഷേകത്തെ ഒരു തൈലമായി കാണിക്കുന്നത്. നോക്കിക്കേ, അഭിഷേക തൈലത്തിന്റെ പ്രത്യേകത എന്തുവാ? അത് ഒരു ഗ്ലാസ്സിലും എടുക്കാം, ഒരു കപ്പിലും എടുക്കാം, ഒരു മഗ്ഗിലും എടുക്കാം, തൈല പാത്രത്തിലെടുക്കാം. നിന്റെ പാനപാത്രമോ നിറഞ്ഞ് കവിയുന്നു എന്ന് പറയുന്നു. അപ്പം നമുക്കറിയാം, ഈ അഭിഷേക തൈലം ഇങ്ങനെ ഒഴുകുന്നതാ, സ്പ്രെഡ് ചെയ്യുന്നതാ. അതുകൊണ്ടാണ് അനോയിന്റിങ് എന്ന വാക്ക് അപ്പോയിന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു സ്പ്രെഡിങ് എന്ന വാക്കിലേക്ക് പോകുന്നുണ്ട്. ഇതിങ്ങനെ ഒഴുകുന്നതാണ്. അഭിഷേകം വർദ്ധിപ്പിക്കും, അഭിഷേകത്തെ വർദ്ധിപ്പിക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു തരാം, എങ്ങനെയാണ് അഭിഷേകത്തെ വർദ്ധിപ്പിക്കുവാൻ പറ്റുന്നത്. ഇനി നോക്കിക്കേ, അപ്പൊ നിങ്ങൾക്ക് എന്ത് കഴിവുണ്ട്? ബന്ധിതരെ മോചിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ പേടിച്ചിരിക്കുക, ബ്രദറെ എനിക്കറിയത്തില്ല ബ്രദറെ, ഞാൻ മൊത്തം ബന്ധനത്തിലല്ല. നിങ്ങൾക്ക് അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധനം നിങ്ങളെ തൊടത്തില്ല. അഭിഷേകത്തിന്റെ അകത്തിരിക്കുന്ന വ്യക്തിക്ക് ബന്ധനത്തെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ബന്ധനങ്ങളെ അഴിക്കുവാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പല രീതിയിൽ പരിശുദ്ധാത്മാവ് ചില കാര്യം വെളിപ്പെടുത്തും. ഓരോരുത്തരുടെ വിഷയങ്ങൾ, അവർ ഇന്ന സ്ഥലത്ത് തടസ്സപ്പെട്ടു കിടക്കുന്നു, അവരുടെ പേരുകൾ, അവരുടെ കാര്യങ്ങൾ ഓരോന്ന് വെളിപ്പെടുത്തും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോഴേക്കും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അദ്ദേഹം ഒരു പേര് ദൈവാത്മ വെളിപ്പെടുത്തി. അപ്പം ഒരു പേര് വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു വല്ലാത്തൊരു പേരാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ എല്ലാ ദിവസവും കാണുന്നൊരു വ്യക്തിയാണ്, അദ്ദേഹം വേറൊരു രാജ്യക്കാരനാണ്. അപ്പം ആ വ്യക്തി എങ്ങനെ യേശുവിനെ പറ്റി പറയുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അദ്ദേഹം വേറൊരു എന്താ പറയുക, രാജ്യത്ത് ഉള്ള ആളാണ്. ഞാൻ രാജ്യമൊന്നും പറയുന്നില്ല, കാരണം കുറച്ച് വിഷയമുള്ള രാജ്യമാണ്. അപ്പം അയാൾ വേറൊരു രാജ്യക്കാരനാണ്. അപ്പം എനിക്ക് ആ വ്യക്തിയോട് സുവിശേഷം പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇദ്ദേഹമാണ് വണ്ടിയെ കൊണ്ട് വിടുന്നത്. എപ്പോൾ അങ്ങോട്ട് ട്രിപ്പ് അടിക്കുന്നത് ഈ വ്യക്തിയാണ്, ഓരോ സഹായം ചെയ്യുന്നതാണ്. അപ്പോൾ അയാളുടെ സുവിശേഷം പറയാനൊരു ധൈര്യമില്ല. അപ്പൊ പെട്ടെന്ന് ഇദ്ദേഹം പ്രാർത്ഥനയെ വന്നപ്പോഴേക്കും പരിശുദ്ധാത്മ ഒരു പേര് വെളിപ്പെടുത്തും. അപ്പോൾ സാധാരണ മലയാളി പേരല്ലത്, മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു പേരല്ല, ഒരു പുറരാജ്യത്തുള്ളൊരു പേരാ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ആ വ്യക്തിയോട് സുവിശേഷം, അപ്പൊ ദൈവാത്മാവ് പറയുകയാണ്, പ്രവചനത്തിലൂടെ പറയുകയാണ്, ആ വ്യക്തി നിന്നിലൂടെ യേശുവിലേക്ക് വരാൻ വേണ്ടി പോവാ. കണ്ടോ? ആ വ്യക്തി പറഞ്ഞത് വലിയ സർപ്രൈസ് ആയിപ്പോയി. കാര്യം ഞാൻ എങ്ങനെ ഈ വ്യക്തിയോട് സുവിശേഷം പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ധൈര്യമില്ല. അദ്ദേഹം വലിയൊരു പൊസിഷൻ നിൽക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ ദൈവാത്മാവ് വെളിപ്പെടുത്തുക, അദ്ദേഹം നിന്നിലൂടെ പുറത്തു വരും. കണ്ടോ? അപ്പം പ്രവചന വരവ് എന്ന് പറയുന്നത് കൃപാവരങ്ങളിൽ 9 കൃപാവരം നമുക്കുണ്ട്. 9 കൃപാവരം നമ്മൾ വരും ദിവസങ്ങളിൽ 9 കൃപാവരങ്ങളെ പറ്റി നമ്മൾ എടുക്കും ഈ ശുശ്രൂഷ ക്ലാസ്സുകളിൽ. അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ബന്ധിതരെ വിടുതൽ കൊടുക്കുവാനും. അടുത്ത വാക്യം, കുരുടന്മാർക്ക് കാഴ്ച. അപ്പം നിങ്ങൾക്കറിയാം, ഇവിടെ ഈ വാക്ക് ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. നോക്കിക്ക്, കുരുടന്മാർക്ക് എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നവിടെ? എന്ത് ചെയ്യാനാ?
കാഴ്ച. ഞാൻ ചോദിച്ചോട്ടെ, കുരുടനായ ഒരു വ്യക്തിയോട് നല്ല റോസാപ്പൂവെന്നും നല്ല ജമന്തി പൂവെന്നൊക്കെ പറഞ്ഞാൽ വല്ലോ മനസ്സിലാവും? കാഴ്ചയില്ലാത്തൊരു വ്യക്തിയോട് അദ്ദേഹത്തോട് പറയുക ഇല്ല. ഇല്ല. അപ്പൊ യേശു പറയുന്നു കാഴ്ചയില്ലാത്തവരോട് എന്ത് ചെയ്യണം? കാഴ്ചയെ പറ്റി പ്രസംഗിക്കണം. അപ്പൊ അത് ശരിക്കും പറഞ്ഞൊരു ഗ്രാമർ മിസ്റ്റേക്ക് അല്ല. കാര്യം എന്തുവാ? കാഴ്ചയെ പറ്റി പ്രസംഗിക്കുന്ന എങ്ങനെ? കാണാത്തൊരു വ്യക്തിക്ക് പൂ എങ്ങനെയാന്നും കളറുകൾ എങ്ങനെ നമുക്ക് അറിയത്തില്ല. ഇവിടെ ഈ കുരുടൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്ന ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ഈ ലോകത്തിലെ പ്രഭു അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യത്തിലേക്ക് വരാതിരിപ്പാൻ തക്കവണ്ണം അവരുടെ കണ്ണുകളെ, അതുകൊണ്ടാണ് പല ആൾക്കാരും യേശുവിലേക്ക് വരാൻ ഇവർ മടിച്ചു നിൽക്കുന്നതിന്റെ കാരണം പിശാച് അവരുടെ കണ്ണുകളെ പൊത്തിവെച്ചിരിക്കുക. അവരുടെ കണ്ണുകളെ തുറക്കുവാൻ, സുവിശേഷത്തിന്റെ വെളിച്ചം കൊടുക്കുവാൻ നിങ്ങളെ ലോകത്തിന്റെ വെളിച്ചമാക്കി ദൈവം വെച്ചിരിക്കുന്നു. അടുത്തത്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ദരിദ്രന്മാരോട് പോയിട്ട് പറയുവാണ്, സഹോദര യേശുവിനെ അറിയിക്കുക, കർത്താവ് നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അവരെന്നാ മറുപടി പറയും? ഒന്ന് പറഞ്ഞേ, ആത്മീയമായിട്ട് മറുപടി പറയണമേ. എന്തായിരിക്കും മറുപടി? ദാരിദ്ര്യത്തിൽ കിടക്കുന്ന വീട്ടിൽ പോയിട്ട് പറയാ യേശുവിനെ അറിഞ്ഞാൽ നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ അയാളുടെ മറുപടി എന്തായിരിക്കും? ഭക്ഷണം കൊടുക്കാറുണ്ട്. അയാള് പറയും, എനിക്കിപ്പം യേശുവോ സുവിശേഷമോ അല്ല വിഷയം, എന്റെ വിഷയം എനിക്ക് ഒരു നേരത്തെ ആഹാരം, ഞാൻ ദാരിദ്ര്യത്തിലാണ്. അപ്പൊ ദാരിദ്ര്യത്തോട് സുവിശേഷം അറിയിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരെന്നല്ല എന്റെ അർത്ഥം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ വാക്ക് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ദാരിദ്ര്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ദാരിദ്ര്യമല്ല, പകരം ആത്മാവിന്റെ ദാരിദ്ര്യം, പാപത്തിൽ കിടക്കുന്നവർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ആണ് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ആ ദാരിദ്ര്യത്തെ പറ്റിയാണ് യേശുക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എന്ത് ചെയ്തു അവിടെ? നോക്കിയ മത്തായിയുടെ സുവിശേഷം, ഞാൻ ആ വാക്യം ഒന്ന് എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് കാണിക്കാം. മത്തായിയുടെ സുവിശേഷം, ഇത് മറക്കല്ലേ, മത്തായി 10 ഇത് 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നോക്കിക്കുക. 5:3, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇപ്പൊ അവരിപ്പോ നിൽക്കുന്നത് സ്വർഗരാജ്യത്തിലല്ല, പാപത്തിൽ നരകത്തിലേക്ക് പോകാൻ കിടക്കുക. ഇവർക്ക് സ്വർഗരാജ്യം കിട്ടും, നീതിയുടെ രാജ്യം കിട്ടും. ഇതാണ് യേശു പറഞ്ഞത്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കണം. ആത്മാവിന്റെ ദാരിദ്ര്യമാണ്. ഇപ്പൊ കുടുംബം തകർന്ന് പാപത്തിലും ശാപത്തിലും കിടക്കുന്ന ഭവനങ്ങളിൽ ചെല്ലുമ്പോഴേക്ക് ഇവനൊക്കെ എന്നാ മദ്യപിച്ച് നശിക്കത്തേ ഉള്ളെന്ന് ശപിക്കാൻ വേണ്ടിയല്ല, അവരെ രക്ഷിക്കുവാനാണ് യേശു നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. അവർ യഥാർത്ഥത്തിൽ ബന്ധനത്തിലാണ്, അവർ യഥാർത്ഥത്തിൽ പാപത്തിന്റെ ശക്തിയിൽ കുടുങ്ങിക്കിടക്കുവാണ്. അഭിഷേകമുള്ളവന് മാത്രമേ അവർ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അഭിഷേകമുള്ളവൻ ഇപ്പൊ ഭവനത്തിന്റെ അകത്തും പള്ളിക്കകത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അനുഗ്രഹം വേണോ? സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും? കഷ്ടമല്ല, അനുഗ്രഹം ഉണ്ടാകും. ഇനി നോക്കിക്കേ, ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതനെ വിടുവിച്ചയക്കുവാനും ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തു യെശയ്യാവ് വായിക്കുമ്പോൾ ഇതേ ആത്മാവാണ് നമ്മുടെ മേലും ഉള്ളത്, പരിശുദ്ധാത്മാവ്. നമ്മുടെ മേലുള്ള മിഷൻ ഇതാണ്. അപ്പൊ ഇത് ഞാൻ തുടക്കത്തിൽ എന്ന് പറയുവാണ് ഈ കാര്യങ്ങൾ. ഇനി ശ്രദ്ധിച്ചോണേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം ചെന്നിട്ട് ഓടി ചെന്ന ഉടനെ യേശുവിനെ കർത്താവ് വിശ്വസിക്കുന്നത് ഇപ്പൊ ചാവൂന്ന് പറയരുത്. ആദ്യം നിങ്ങളുടെ അധികാരത്തെ ഒന്ന് ഉപയോഗിക്കണം. അവർ പറയും, എൻ്റെ സഹോദരി, എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടാ, എൻ്റെ പിതാവേ, എൻ്റെ അങ്കിളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോഴേക്ക് എന്നാ പറ്റുമോ, എന്നാ ചെയ്യാൻ ഭയങ്കര വിഷയമാണ്, ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശു നിന്റെ വിഷയത്തിൽ അത്ഭുതം ചെയ്യും. അല്ലാതെ അവിടെ പോയിട്ട് നിങ്ങൾ സുവിശേഷം ഒന്നും പറയണ്ട. ഇത് നോക്കി, പുബ്ലിയോസിന്റെ വീട്ടിൽ പോയിട്ട് പൗലോസ്ലീഹ പറയാ, കണ്ടോ അച്ചായൻ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വല്ലതും പറഞ്ഞോ? പറ, നിങ്ങൾ പറ. പുബ്ലിയോസിന്റെ വീട്ടിൽ പോയിട്ട് പൗലോസ് എന്നാ പറഞ്ഞത്? നോക്കിക്കേ, അവിടെ പൗലോസ്ലീഹ അവിടെ പോയിട്ട് സുവിശേഷം പറയുമല്ല, പകരം ആ വ്യക്തിയെ സൗഖ്യമാക്കി. അച്ചായ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, എന്നാ കുഴപ്പം? പ്രാർത്ഥിച്ചോ, എന്തായാലും മരിക്കാൻ കിടക്കുക പനി വന്ന്. പുബ്ലിയോസിന് കുഴപ്പമൊന്നുമില്ല, രക്ഷപ്പെടുവാണ് രക്ഷപ്പെടട്ടെ. പൗലോസ് കയറി ഒറ്റ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അച്ചായൻ സൗഖ്യമായി.
ഇതിന് ശേഷം ദ്വീപിലുള്ള നാട്ടുകാരെല്ലാം ഓടി വരുക. ഒന്ന് പ്രാർത്ഥിച്ച് കണ്ടോ ലെവല് മാറിയത് കണ്ടോ? ആ പറമ്പിൽ ടെന്റ് അടിച്ച് വന്നയാളാ ഇപ്പൊ നാട്ടുകാർ മൊത്തം പറന്നു വരിക. ഒന്ന് പ്രാർത്ഥിച്ച്. ഇനി സുവിശേഷം പറയാൻ എളുപ്പമാണോ പാടാണോ? നിങ്ങൾ പറ പൗലോസിന്. ഇനി പറ. ഇപ്പൊ ഈസി അല്ലേ? അവരിനി അവരെതിർക്കുവോ ഇനി? ഇല്ല. ഇതാണ് സുവിശേഷം. സുവിശേഷം ശക്തിയോടെ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ എഫേർട്ട് അവിടെ ആവശ്യമില്ല. നിങ്ങൾ ആദ്യം പോയി ഒരു വീട്ടിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം. ഇനി നിങ്ങൾക്ക് പ്രവചിക്കുവാൻ കഴിയും. അതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ സംസാരിക്കും. എങ്ങനെയാണ് നിങ്ങളിൽ പ്രവചനാത്മാവിൽ അത് വെളിപ്പെടുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്കത് ദൈവാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് മനസ്സിലാകുന്നത്? എങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത് എന്നോടെന്ന്? ഇപ്പൊ നിങ്ങൾ കേട്ടാൽ ഒരു വീട്ടിൽ ചെന്നാൽ ഓടിപ്പോയിട്ട് നിങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് വരാത്തത് കൊണ്ടാണ് നിങ്ങളൊക്കെ നശിച്ചു പോകുന്നത് പറഞ്ഞുകൊണ്ട് ആരും പോകരുത്. അതൊന്നും സുവിശേഷമൊന്നുമല്ല. അവർ നിങ്ങളെ ഓടിക്കും. എന്നിട്ട് പറയും ക്രിസ്തു നിമിത്തം ഞാൻ ചീത്ത കേട്ടു, ക്രിസ്തു നിമിത്തം ഞാൻ അടികൊണ്ടെന്നും പറഞ്ഞേക്കരുത്. ആമേൻ. ആദ്യം നിങ്ങൾ ആശ്വാസദായകരായ ക്രിസ്തുവിന്റെ അനുകാരികളാണ് നിങ്ങൾ. ഇവിടെ നോക്കിക്കേ, പുബ്ലിയോസിന്റെ വീട്ടിൽ പോയിട്ട് പൗലോസ് ലീഗ പിതാവിനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോഴേക്കും ആ കുടുംബം യേശുവിലേക്ക് വരാൻ എന്നെ എളുപ്പമല്ല. അച്ഛൻ ചോദിച്ചത് എന്നാ പരിപാടി? പൗലോസ് മന്ത്രവാദിയാണോ അതോ ദേവനാണോ? പൗലോസ് പറയും ഒന്നുമല്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല, ഇത് യേശു ചെയ്തതാ. കണ്ടോ? ആരാ യേശു എന്നോ? നിങ്ങളുടെ പാപത്തിന് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ഏക രക്ഷകൻ. കുടുംബം അവിടെ ഇരുന്നുകൊണ്ട് കേൾക്കുവോ ഇല്ലയോ? നിങ്ങൾ പറ. കേൾക്കും. കണ്ടോ? അവരെ ആൾക്കാരെ കൂട്ടുവോ ഇല്ലയോ? നിങ്ങൾ പറ. പുബ്ലിയോസിന്റെ ഭവനത്തിന്റെ അകത്ത് അച്ചായൻ നാളുകളായിട്ട് പനി പിടിച്ച് കിടപ്പില്ല. ഉച്ചയായപ്പോ അച്ചായൻ പുറത്തിറങ്ങിയപ്പോഴേക്കും അയൽപക്കത്തെ ആന്റി ചോദിച്ചു, അച്ചായ പനി മാറിയോ? പിന്നെ മാറി. പൗലോസ് എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതേ ഞാൻ അത്ഭുതമായി മാറി. ഉടനെ അവിടുത്തെ അയൽപക്കത്തെ ചേച്ചി നാട് മൊത്തം നടന്ന് പറയതേ അപ്പുറത്തെ അച്ചായനെ ഒരു വ്യക്തി വന്ന് എന്തോ ചെയ്ത് പ്രാർത്ഥിച്ച് പുള്ളി സൗഖ്യമായി. നാട്ടുകാരെല്ലാം കൂടി അവിടെയുള്ള രോഗികളെല്ലാം വീട്ടിലോട്ട് വരിക, പുബ്ലിയോസിന്റെ വീട്ടിൽ വരിക. പൗലോസ് ആരാ? സുവിശേഷകനാ. കണ്ടോ? സുവിശേഷത്തിന്റെ ഡോറ് തുറക്കുന്നത് കണ്ടോ? ഇതാണ് ശക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ അകത്ത് ശക്തി ഉപയോഗിച്ച് വേണം സുവിശേഷം പറയാൻ. ശക്തി ഉപയോഗിക്കാതെ പറയുന്ന സുവിശേഷത്തിന് എല്ലാം എന്ത് സംഭവിക്കുന്നറിയാവോ? അവിടെ നിങ്ങൾ യെരൂശലേമിൽ കെട്ടപ്പെട്ടു പോകും. ഒരു പരിധിക്കപ്പുറം പോകാൻ പറ്റത്തില്ല. പ്രശംസ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, ദൈവത്തിന് കിട്ടത്തില്ല. ഇവിടെ പൗലോസ് ഈ ദ്വീപിൽ വന്ന് അത്ഭുതം ചെയ്തു, ഈ രോഗിയെ സൗഖ്യമാക്കി, സുവിശേഷം പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, പ്രശംസിപ്പാൻ പൗലോസിന് വല്ല മിടുക്കുണ്ടോ? പറ, നിങ്ങൾ പറ. ഉണ്ടോ? ഇല്ല. ഇനി പൗലോസിന് പ്രതിഫലം കിട്ടുമോ ഇല്ലയോ? പറ. ഈ ദേശം പിടിപ്പിക്കപ്പെട്ട ഇങ്ങനെ കിട്ടിയാ പിന്നെ പൗലോസിന്റെ ഭവനത്തെ ഓർത്ത് ഇനി ഭാരപ്പെടുമൊന്നും വേണ്ട. തമ്പുരാൻ പറയും, മോനെ നിനക്കുള്ള അനുഗ്രഹം ഞാൻ വീട്ടിൽ കൊടുത്തേക്കാം. കണ്ടോ? നിന്റെ തലമുറ കാര്യം ഞാൻ ഏറ്റു, നിന്റെ കുടുംബത്തിന്റെ കാര്യം ഞാൻ ഏറ്റു. നീ അങ്ങോട്ട് ഓടിക്കോ, നീ ആ ദ്വീപിൽ നിന്ന് അടുത്ത ദ്വീപിലോട്ട് പൊക്കോ, നിന്റെ ഭവനത്തിന്റെ കാര്യം ഞാൻ ഏറ്റു. കണ്ടോ? ഹല്ലേലൂയ. കാര്യം കർത്താവിന് തോന്നിയാൽ നിങ്ങൾ സുവിശേഷത്തിന്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കസേര സുവിശേഷത്തിന് വേണ്ടി ഇട്ടാലും അതിനെല്ലാം പ്രതിഫലമുണ്ട് പ്രിയരെ. ഞാൻ എന്റെ സാരി അങ്ങോട്ട് ചുളുങ്ങും, എന്റെ ചുരിദാർ ചുളുങ്ങും, എന്റെ ഉടുപ്പ് ചുളുങ്ങും എന്ന് പറഞ്ഞ അവിടെ ഇരുന്നാൽ അതിന് പ്രതിഫലമില്ല. പക്ഷെ കർത്താവിന്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്താൽ അതിനെല്ലാം പ്രതിഫലമുണ്ട്. ഇനി ഒരു വാക്ക് പറഞ്ഞാൽ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇനി ശ്രദ്ധിച്ചോണേ, നിങ്ങൾ സുവിശേഷത്തിന്റെ അകത്ത് രണ്ട് പ്രത്യേകത. ഒന്ന്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നവരാകണം. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. രണ്ട്, നിങ്ങളെ നടത്തുന്ന ദൈവദാസന്മാരെ കീഴ്പ്പെടണം. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടണം. ശ്രദ്ധിച്ചോണേ, നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും ചെയ്യാൻ പോകരുത്, ചാടിക്കേറി ഒന്നും ചെയ്യാൻ പോകരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ദൈവദാസന്മാരെ അനുസരിക്കണം. പലർക്കും സംഭവിക്കുന്ന കുഴപ്പം, നെകളം കയറും. നമ്മൾ ഈ ശുശ്രൂഷ കഴിയുമ്പോൾ ഞാൻ പറയുന്നു, ഈ ലീഡർഷിപ്പ് ശുശ്രൂഷ കഴിയുമ്പോഴേക്കും നിങ്ങളിലൂടെ അസാധാരണമായ പ്രവൃത്തി നടക്കും. ഇന്ന് പുബ്ലിയോസിന്റെ ഭവനത്തിൽ സംഭവിച്ചതുപോലെ നിങ്ങളുടെ ഭവനത്തിൽ അനേകര് വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. അനേകര് വന്ന് നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ക്യൂ നിൽക്കും. നെകളിക്കരുത്, നെകളിച്ചു പോകരുത്. എന്തോ മിടുക്കാന്ന് നമ്മൾ ചിന്തിക്കരുത്. അതാണ് പൗലോസ് ആദ്യം പറഞ്ഞ, സുവിശേഷം അറിയിക്കുന്നുവെങ്കിലോ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം കിടക്കുക. മനസ്സിലാക്കിക്കോണേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. ഇന്നത്തെ ഈ കാര്യം ഇത്രയും ഓർത്തോണം. നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ ആദ്യം സുവിശേഷം പറയാൻ നിൽക്കരുത്.
നിങ്ങൾ സുവിശേഷത്തെ വെളിപ്പെടുത്തുന്നവരാ, പറയുന്നവരല്ല, വെളിപ്പെടുത്തുന്നവരാ. നിങ്ങൾ ഓരോ ഭവനത്തിൽ ചെല്ലുമ്പോൾ ഉറപ്പിച്ചു, അയ്യോ ഞാൻ എന്തിനാ നീ വീട്ടിൽ വന്നത്? ഓ അബദ്ധവശ അല്ല, നിങ്ങളെ ദൈവം അയച്ചതാ. കൂടെ യാത്ര ചെയ്യുന്നൊരു സഹോദരിയോട് ചോദിക്കണം, സങ്കടപ്പെട്ടിരിക്കുവാണോ, എന്നാ പറ്റി, എന്നാ ചെയ്യാനാ, ഭയങ്കര വിഷമ, യേശുവിന്റെ നാമത്തിന് അത്ഭുതം നടക്കുമെന്ന് പറ. ആ ഒറ്റ വാക്കുണ്ടല്ലോ, ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും. നിങ്ങൾ സുവിശേഷകരാ, നിങ്ങളുടെ അകത്ത് ശക്തി ഇരിപ്പുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിന്റെ അകത്തും ശക്തി വ്യാപരിക്കും. ആമേൻ. ശക്തി വ്യാപരിക്കും, വലിയ പ്രവൃത്തികൾ സംഭവിക്കും. ആമേൻ. അപ്പൊ ഇനി മുതൽ എന്ത് ചെയ്യണം? നിങ്ങൾ സുവിശേഷം പറയണം. എങ്ങനെയാ സുവിശേഷം പറയേണ്ടത്? ആദ്യം ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ തന്നെ സുവിശേഷം കേൾക്കും. നിങ്ങൾ ഓടിപ്പോയി സുവിശേഷം പറയണ്ട. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ വ്യക്തി സുവിശേഷം കേൾക്കാൻ വേണ്ടി പുബ്ലിയോസിന്റെ ഭവനത്തിലേക്ക് വന്നതുപോലെ നിങ്ങളുടെ വീട്ടിലോട്ടും നിങ്ങളിലേക്കും വരും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു കേട്ടില്ലേ, കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ടീച്ചർ തലവേദനയാലോ ബുദ്ധിമുട്ടാലോ എന്തോ ഭാരപ്പെടുക, ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചു. ആ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു, സിസ്റ്ററെ എനിക്കിപ്പോൾ ഒരു വേദനയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, യേശു എന്നെ തൊട്ട്. കണ്ടോ? ഇനി ആ സഹോദരി എപ്പോഴും വരത്തില്ലേ? ഒരു വിഷയം വന്ന് ഓടി വരത്തില്ലേ? ഇനി യേശുവിനെ കൊടുക്കാൻ എളുപ്പമാണോ പാടാണോ? പറ. എളുപ്പമാണ്. ആമേൻ. അതേ സ്ഥാനത്ത് ആ സഹോദരി പറയാം, ആ തലവേദനയല്ലേ, ഇതാ കുഴപ്പം, യേശുവിനെ അറിഞ്ഞില്ലേ, നിങ്ങൾക്ക് ഈ തലവേദന വന്ന് മരിച്ചു എന്ന് പറഞ്ഞാലോ അവർ നിങ്ങളെ ഓടിക്കും. അപ്പൊ ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഡോറ് തുറക്കുന്നത് കണ്ടോ? അപ്പൊ നിങ്ങൾ എവിടം വരെ പോകാനുള്ളവരാ? ലോകം മുഴുവൻ പോയി ഇതേപോലെ അനേകരെ വിടിവിക്കേണ്ടവരാ. നിങ്ങൾ ഓരോ ജില്ലയിൽ കെട്ടപ്പെട്ട് കിടക്കേണ്ടവരല്ല, ലോകം മുഴുവൻ പോയി നിങ്ങൾ യേശുവിന്റെ സാക്ഷ്യം അറിയിക്കേണ്ടവരാണ്. ഇപ്പൊ മനസ്സിലായോ? നിസാര കളിയൊന്നുമല്ല നിങ്ങൾ നിന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചുമന്നോണ്ടായി നടക്കുന്നത് മുഴുവനും. ബ്രദറെ, എന്റെ കുടുംബത്തിലെ കാര്യം എന്നാ മാറാത്തത്? ഞാൻ പറഞ്ഞു, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങ്, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങ്. ഭവനത്തിന്റെ കാര്യം കർത്താവ് ഏറ്റെടുക്കും. ഭവനത്തിന്റെ കാര്യങ്ങൾ യേശു ഏറ്റെടുക്കും. കർത്താവിന് തോന്നും, ആ ഈ സഹോദരിയെ നല്ലത് കൊള്ളാം, കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ട്, അങ്ങനെയെങ്കിൽ ആ തലമുറയുടെ ഭാവി ഞാൻ ഏറ്റെടുത്തോളാം. തമ്പുരാൻ പറയും, അവന്റെ പഠനമല്ലേ ഞാൻ എടുത്തോളാം, ഭർത്താവിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. കർത്താവ് പറയും, കാര്യം എന്ന് അറിയോ, നീ ഓടിക്കോ ഞാൻ നോക്കിക്കോളാം. പറഞ്ഞു നമ്മൾ പറയത്തില്ലേ, നീ നിൽക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയത്തില്ലേ? ഇതേപോലെ കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ നോക്കും. ഇതാണ് പറഞ്ഞത്. സുവിശേഷം ചെയ്തില്ലെങ്കിലോ അയ്യോ കഷ്ടം, ചെയ്താലോ അനുഗ്രഹം. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. യേശുവേ, ഇന്ന് സുവിശേഷത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം മറക്കരുത്. ഈ കിട്ടിയ അഭിഷേകത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് രോഗസൗഖ്യങ്ങൾ നടക്കുന്നത്? ആദ്യത്തെ പടി ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അകത്തിരിക്കുന്ന രോഗസൗഖ്യത്തിന്റെ കൃപാവരത്തെ ജ്വലിപ്പിക്കണം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ തലവേദനയ്ക്ക് ആദ്യം പ്രാർത്ഥിക്കണം. ആദ്യം നിങ്ങളുടെ കുഞ്ഞ് വിരലേ വന്ന അറ്റത്തൊരു വേദനയില്ല, ചെറിയ വേദന, ആദ്യം അതിനെ പ്രാർത്ഥിക്കണം. ഓ അത് ചെറിയ വേദനയല്ലേ ബ്രദർ, അതങ്ങ് പൊക്കോളും. കൈവച്ചേ, ഒന്ന് പരിശീലിച്ചേ, ഒന്ന് എക്സസൈസ് ചെയ്തേ. ആ ചെറിയ വേദനയോടെന്ന് പറഞ്ഞ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം. ബ്രദറെ, ആ കുഞ്ഞ് വേദനയായിരുന്നു, പക്ഷെ അത് മാറി. അടുത്തത് പെട്ടെന്ന് ഒരു പുറത്ത് ഭയങ്കര വേദന. സാധാരണ ആണെങ്കിൽ അമൃതാജൻ തൂത്തിട്ടാ പോകത്തുള്ളൂ. പക്ഷെ ഒരു വാക്ക്, ഇന്നുള്ള സൗകര്യം പറഞ്ഞില്ലേ, പണ്ട് അച്ചായൻ എല്ലാ ദിവസവും വന്ന് കുഴമ്പ്, പുറം വേദന കൊണ്ട് നിൽക്കാൻ പറ്റില്ല, എല്ലാ ദിവസവും കുഴമ്പ് തൂത്തുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു ദിവസം ആന്റി കുഴമ്പ് തൂത്ത്, നമ്മൾ കേട്ട സാക്ഷിയല്ലേ, വചനം മൊത്തം കേട്ടിട്ട് കൈ അങ്ങോട്ട് വെച്ച് കൽപ്പിച്ചു, യേശുവിന്റെ നാമത്തിൽ അത്രയും വർഷമായിട്ട് കുഴമ്പ് തൂത്തുകൊണ്ടിരുന്ന വേദന ഒറ്റയടിക്ക് മാറി. കണ്ടോ? ആദ്യം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏത് രോഗിയെ കണ്ടാലും കൈവച്ചോണം. ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, മറക്കരുത്. പിശാച് ഉടനെ മനസ്സിൽ വന്ന് പറയുക രണ്ട് കാര്യമാണ്. ഒന്ന്, സൗഖ്യമായില്ലേ നാണക്കേടാ കേട്ടോ, പറഞ്ഞോണേ, ക്രിസ്തു നിമിത്തം ലജ്ജ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ ഡ്യൂട്ടി രോഗികളുടെ മേൽ കൈവെക്കാനാണ്, കർത്താവിന്റെ ഡ്യൂട്ടി സൗഖ്യമാക്കുക. നോക്കിക്കേ, എൻ്റെ ഡ്യൂട്ടി കൈവെക്കുക, കർത്താവിന്റെ ഡ്യൂട്ടി ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. കണ്ടോ? ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ദൈവത്തിന് ഡ്യൂട്ടി ചെയ്യുന്നു. കേട്ടോണേ, എൻ്റെ ഡ്യൂട്ടി ഞാൻ കൈവെക്കുമ്പോൾ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ പ്രതിഫലം വരും. ഞാൻ കൈവച്ചു, രോഗിയുടെ മേൽ കൈവെക്കുമ്പോഴേക്ക്, അയ്യോ ബ്രദറെ, ആ രോഗി പിശാച് പറയും, രോഗി സൗഖ്യമായല്ലോ. സൗഖ്യമായാലും ആയില്ലേലും എൻ്റെ അക്കൗണ്ടിൽ ദൈവത്തിന്റെ അനുഗ്രഹം വരും. എൻ്റെ വിഷയം കർത്താവ് എന്നെ ഏൽപ്പിച്ച് ഞാൻ ചെയ്തു എന്നുള്ളതാ. കണ്ടോ? ഇത് മനസ്സിലുണ്ടാകണമേ. ഇങ്ങനെ ചെയ്യും തോറും അനേക പുബ്ലിയോസുമാരുടെ ഭവനങ്ങൾ നമുക്ക് വേണ്ടി തുറക്കും.
അല്ലാതെ നിങ്ങൾ പോയി സുവിശേഷം പറയാൻ നോക്കിയാൽ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ വലിയ എതിർപ്പും കാര്യങ്ങളും ദേഷ്യം അതൊക്കെ ഞാനൊന്ന് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. ശക്തിയോടെ സുവിശേഷം ചെയ്യണം. വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മുടെ ഓരോ സന്ദേശത്തിന്റെ കൂടെ ചെറിയതായിട്ട് ഈ കാര്യങ്ങളും ബന്ധപ്പെടുത്തി പറയും. വെള്ളിയാഴ്ച നമ്മുടെ മെയിൻ്റെ തുടക്കമാണെന്നുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല, എന്നാലും സമയം മുന്നോട്ട് പോയി. അപ്പൊ എത്ര പേര് തയ്യാറാ സുവിശേഷം അറിയിക്കാൻ? ആദ്യം എന്നാ ചെയ്യേണ്ടത് സുവിശേഷം അറിയിക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഞാൻ തയ്യാറാ. അവർക്ക് വേണ്ടി അവരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ അകത്തൊരു ബോധ്യം വേണം, അവരെ രക്ഷിക്കുവാനുള്ള കൃപ എന്റെ മേലുണ്ട്. ഈ ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കാണുന്നില്ല, പിന്നെയും പ്രാർത്ഥിക്കുക. പിന്നെയും പ്രാർത്ഥിക്കൊന്നും കാണുന്നില്ല. നിങ്ങൾ ആ വിടുതൽ കൊടുക്കാൻ വേണ്ടി ആയവരാ. ഡോക്ടർമാരുടെ പ്രത്യേകത എന്തുവാ? രോഗികൾക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് വേണ്ടി അവരിയ്ക്കുന്നത്. ഒരു രോഗി പറയാം എനിക്ക് മരുന്ന് കഴിച്ചിരുന്ന് മാറി, ഡോക്ടറിന് പറയും അടുത്ത ഡോസ് കൊടുക്കും, അടുത്ത ഡോസ് കൊടുക്കും, അങ്ങനെ കൊടുത്തോണ്ടിരിക്കും മാറുന്നവരല്ലേ. ഇത് തന്നെയാണ് ശുശ്രൂഷകൻ. ഒന്ന് പ്രാർത്ഥിച്ചു, മാറിയില്ല ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എൻ്റെ കൂടെ പ്രവർത്തിച്ചില്ല ബ്രദറെ, സങ്കടമാണ്. ഇല്ല പറയണം, ഞാൻ അതാണ്. രണ്ടാമത് പ്രാർത്ഥിക്കണം, പിന്നെയും പ്രാർത്ഥിക്കണം. യേശുവിന്റെ അടിപൊളിയാൽ സൗഖ്യം വന്നിരിക്കുന്നു കൽപ്പിച്ചോണം. ചില കേസ് അങ്ങനെ, ചില കേസിട്ട് പെട്ടെന്ന് സൗഖ്യമാവും, ചിലത് പെട്ടെന്ന് സൗഖ്യമാകത്തില്ല. അതിന് വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം പിന്നീട്. ചിലത് അങ്ങനെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ആ ആഗ്രഹത്തോടെ ഒന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കാൻ വേണ്ടി പോവാം. കർത്താവ് എൻ്റെ മേൽ തന്നിരിക്കുന്ന അധികാരത്തെ ഇന്നിപ്പോൾ ഞാൻ പകരുന്നപ്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഏതെങ്കിലും കാര്യങ്ങൾ വെളിപ്പെട്ട് വരുന്നവർ ഒന്ന് ഷെയർ ചെയ്യണവേ. ഇന്ന് ഏതെങ്കിലും ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ ഉള്ളത്തിൽ വരിക. ഞാൻ ആ കാര്യം ചോദിക്കാം. ആ കാര്യം നിങ്ങളുമായിട്ട് വെളിപ്പെട്ട കാര്യങ്ങളെ ഇന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചോണേ. പരിശുദ്ധാത്മാവ് ഏതെങ്കിലും രോഗങ്ങളോ ഏതെങ്കിലും അവയവുമായിട്ട് ബന്ധപ്പെട്ട വേദനകളോ ഏതെങ്കിലും ദിവസങ്ങളോ മാസങ്ങളോ പേരുകളോ അങ്ങനെ ഏതെങ്കിലും കാഴ്ചകളോ നിങ്ങളുടെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണവേ. ഞാൻ 1-2 വ്യക്തികളുടെ മാത്രമേ ചോദിക്കുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ നമ്മൾ ഡെലിവറൻസ് മീറ്റിങ്ങിനുമൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോണേ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് കണ്ണടച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് വേഗത്തിൽ നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ ഇപ്പോൾ പ്രകാശിക്കാൻ വേണ്ടി പോവുക. കർത്താവിന്റെ സുവിശേഷത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ട്, അത് ജ്വലിക്കാൻ വേണ്ടി പോവുക. പൗലോസ് പറഞ്ഞു, തിമോത്തിയോസേ, എൻ്റെ കൈവെപ്പിനാൽ നിന്റെ അകത്തുള്ള ആ പ്രവചനവരം കൃപാവരം ജ്വലിക്കാൻ വേണ്ടി പോവുക. ഇന്ന് ഞാൻ നിങ്ങളെ ആത്മാവിൽ കൈവെക്കുക. നിങ്ങളുടെ തലമേൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ കൈവെക്കുക. കർത്താവെ, ഇന്ന് ഞങ്ങളെ ഭാരമേൽപ്പിച്ച നിയോഗം മിനിസ്റ്റേഴ്സിനെ എണീപ്പിക്കുവാൻ. ഇവരെല്ലാം സുവിശേഷകരാണ്. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി സുവിശേഷകനാണ്. പിന്മാറാൻ പറ്റത്തില്ലപ്പോൾ ഞങ്ങളുടെ വേല ഒത്തിരി ഉണ്ട്. അനേക ലോകം മുഴുവൻ പോകാനുള്ളവരാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് വേഗത്തിൽ ഒന്ന് കണ്ടേ. ചില ദർശനങ്ങൾ ഇപ്പോൾ ചില പേരുകൾ വെളിപ്പെട്ട് വരും, ചില ഡേറ്റുകൾ വെളിപ്പെട്ട് വരും, ചില വേദനകൾ വെളിപ്പെട്ട് വരും, ചില രോഗങ്ങൾ വെളിപ്പെട്ട് വരും. ഇൻ ദ നെയിം ഓഫ് ജീസസ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷയുള്ളവർ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ സുവിശേഷത്തിന്റെ ആത്മാവ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഇപ്പോൾ തന്നെ ചലിക്കുക, ജ്വലിക്കുക, നിങ്ങളുടെ അകത്ത് ജ്വലിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് റിയാൻഡെരി അർത്ഥന റീമ ഷഖേലെ ബെനേറ്റെ റെമേസിയാൻ ഡെരിയ അർബ റബഷ ലാഹ മാസി ഏരെ രേബ അർബന റീക മെനാസ് കേരെ ബേരെ ശംദല ഉഡബ നഹസ് ഖാനഹസ്തിയാൻഡെരി അർത്തനോ റീകെ മെനേസിയാൻ ടെലെ മെഷിയാൻഡെരി ഉഡറ ലമൻഖ സിയാൻഡെരി. യേശുവിന്റെ നാമത്തിൽ ദർശനങ്ങൾ തുറന്നു വരിക, ചില കാര്യങ്ങൾ വെളിപ്പെട്ട് വരിക, ചിലരുടെ വിഷയങ്ങൾ വെളിപ്പെട്ട് വരിക, അവരുടെ തടസ്സങ്ങൾ വെളിപ്പെട്ട് വരിക, അവരുടെ വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ജയം വെളിപ്പെട്ട് വരിക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തുറക്കട്ടെ. യേശുവിന്റെ ആത്മകണ്ണുകൾ പ്രകാശിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്പിരിച്വൽ ഐസ് ബ്രൈറ്റ് ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ റബ ശാന്തല അർബന റാസാൻ ടെബേരിയ ഓ റബാകാസി. ചില പേരുകൾ വെളിപ്പെട്ട് വരിക, ചില പേരുകൾ വെളിപ്പെട്ട് വരിക, ചില വ്യക്തികൾ വെളിപ്പെട്ട് വരിക, ചില രൂപങ്ങൾ വെളിപ്പെട്ട് വരിക, ചില കാഴ്ചകൾ വെളിപ്പെട്ട് വരിക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ചില രോഗബന്ധനങ്ങൾ വെളിപ്പെട്ട് വരിക, അതിന്റെ മേലുള്ള അധികാരങ്ങൾ വെളിപ്പെട്ട് വരിക. ഓ റബൽ ഖാന സെംബാരിയ ലെബേസിയ ഷമാഖാന സെന്റെഹാസ് വീരിയ റോട്ടോ മേഖെ നാഹു ഷീലെ പേരാ അർബന റാമഹ രാസകെ നാഹുഡ ധർമിയ ഉഷ ലബേന ഹാഡ ബേന ഹഡലെ മഹസെ അർബന സഗെൻഡല ഷിയാന്ദിരിയെ ഊഡവ ഹഷ്മന റാഠേനിയ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി വ്യാപരിക്കുന്നല്ലോ. സുവിശേഷത്തിന്റെ ഓരോ ഭവനത്തിലും കയറി ചെല്ലുവാനുള്ള താക്കോലുകളെ ഞങ്ങൾ കൈമാറുന്നപ്പ, താക്കോലുകളെ കൈമാറുന്നപ്പ. റൗഷ ലേമേ രേരേരേരേരേബ. യേശുവേ നന്ദി കർത്താവേ. ഒരു നിമിഷം ഒന്ന് സൈലന്റ് ആയിക്ക്, എല്ലാവരും സൈലന്റ് ആയിക്ക്. ഒരു നിമിഷം അല്പനേരം കണ്ണടച്ച്
ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ച് എന്താ നിങ്ങൾ കാണുന്നത്? എന്താ നിങ്ങൾക്ക് കർത്താവ് ഇടപെടുന്നത്? സുവിശേഷം അറിയിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നിയോഗങ്ങൾ നമ്മുടെ മേലുണ്ട്. പ്രകാശിക്കട്ടെ. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത കൊരിന്ത്യ സഭ പോലെ ഇന്ന് മ്ലേച്ഛതയിലേക്ക് പോകാനല്ല, കൃപാവരങ്ങളിൽ നിറഞ്ഞ് അനേകരെ യേശുവിലേക്ക് നേടുവാൻ ആ കൃപ നിറയട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന പേരുകൾ? എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വ്യക്തികൾ? ആരാണോ എന്താണ് വിഷയങ്ങൾ? ഒന്ന് പ്രാർത്ഥന യേശുവിനെ ഡിക്ലെയർ ഒന്ന് കണ്ടേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് ഇന്നർ മാൻ സ്ട്രോങ് ആകട്ടെ. അവർ അകത്ത മനുഷ്യനെ ഞങ്ങൾ ആത്മാവിൽ കണക്റ്റഡ് ആകുന്നപ്പ, പ്രൊഫറ്റിക്കൽ മാൻഡിലേക്ക് കണക്റ്റ് ആകുന്നപ്പ, അനോയിന്റിങ്ങിലേക്ക് ഞങ്ങൾ ജോയിന്റ് ആകുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, in the name of Jesus. Oh, thank you holy. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. In the name of Jesus Christ. In the name of Jesus Christ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മനസ്സിലേക്ക് മെയ് മാസം വന്ന ആരെങ്കിലും ഉണ്ടോ? മെയ് എന്നുള്ളൊരു മാസവും ഒരു ഡേറ്റും വന്ന ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ മനസ്സിലേക്ക്? മെയ് മാസം മെയ് 23. വേറെ ആർക്ക് എന്നാ വന്ന? മെയ് മാസം വന്ന വേറെ ആരല്ല? മെയ് മാസം വന്നായിരുന്നു. വേറെ ഡേറ്റ് വല്ലതും വന്നവർക്ക്? മെയ് 27. വേറെ ആർക്ക്? മെയ് മാസം എന്റെ മകന്റെ ഡേറ്റ്, മകൻ ജനിച്ചത് എന്നാ? 27. മെയ് മാസം 27 വെളിപ്പെട്ട ആരാണ്? കുറച്ചു മുമ്പ് മെയ് മാസം 27 വെളിപ്പെട്ടെന്ന് പറഞ്ഞ ആരാ? ആരാ വെളിപ്പെട്ടത്? 27 വെളിപ്പെട്ട ആർക്കാ? മേലെ ആർക്കാ അത് വെളിപ്പെട്ടത്? എനിക്ക് മോടെ ബർത്ത്ഡേ. ഓക്കെ. ഇത് വെളിപ്പെട്ടത് പങ്കജ സിസ്റ്റർക്കാണ്. ഇപ്പൊ പറഞ്ഞത് ആരാ? സൗരയുടെ പേരെന്തോ? മോളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ആരാ? ഓക്കെ. ഇന്ന് സൗരി കർത്താവിന്റെ നാമത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. കർത്താവ് വെളിപ്പെടുത്തിയത് കൊണ്ടോ? ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ മോൾക്ക് വേണ്ടി ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് നിങ്ങോട് പറഞ്ഞു. മെയ് 1 എന്റെ ബർത്ത്ഡേ. ഒരു സിസ്റ്റർ ഒരു മിനിറ്റ്. മെയ് 27 എന്നുള്ള ഡേറ്റ് വെളിപ്പെട്ടിട്ട് മെയ് 27 തീയതി തലമുറയുടെ ബർത്ത്ഡേ ഉള്ള ആരിപ്പ സൗരി പറഞ്ഞില്ലേ? ലാലമ്മ എന്ന് പറഞ്ഞല്ലേ? ആ സഹോദരി വെളിപ്പെട്ടത്. ഒരു സെക്കൻഡ്. മെയ് 27 എന്നുള്ളത് ഒരു സഹോദരിക്ക് വെളിപ്പെട്ടു. മെയ് 27 ഒരു തലമുറ ജനിച്ചു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഡേറ്റ് കാണിച്ചത്. ഇപ്പോൾ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവെ, ഞാൻ അത്ഭുതകരമായി, അതാ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നമ്മൾ ഒരേ ആത്മാവിൽ ചലിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചത് ആർക്കാണ് ആ ഡേറ്റ് വെളിപ്പെട്ടെന്ന് ഞാൻ ചോദിച്ചത്. ആ മാസം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി എങ്ങനെയാണ് പ്രവചനവരം പ്രവർത്തിക്കുന്ന മനസ്സിലായി. ഇത് പ്രവചനവരമല്ല, യഥാർത്ഥത്തിൽ ഇത് വെളിപ്പെട്ടത് വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറയുന്ന കൃപാവരമാണ്, ജ്ഞാനത്തിന്റെ വചനം. അതായത് ഒരു വ്യക്തിയുടെ അവരുടെ വിഷയത്തെ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ നടന്ന കാര്യത്തെ വെളിപ്പെടുത്തുന്നതാണ് ഇപ്പൊ വെളിപ്പെട്ട കൃപാവരം. കണ്ട് ഇപ്പൊ സുവിശേഷം അറിയിക്കാൻ എളുപ്പമായില്ലേ? ഒരു വ്യക്തിയുടെ ഇപ്പൊ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ ദിവസവും നമ്മൾ പോസ്റ്റ് ഒട്ടിച്ച് നടക്കും ഇല്ല. നമ്മൾ പോകുന്ന വഴി ഒരാളെ കാണുമ്പോൾ അയാളുടെ ദേഹത്തൊന്നും ലേബൽ കാണുമോ ഇന്ന ദിവസം ജനിച്ചു ഇല്ല. അപ്പൊ ആ ഡേറ്റ് വെളിപ്പെടുന്നത് വേർഡ് ഓഫ് വിസ്ഡമാണ്. ഇത് സുവിശേഷം. അപ്പൊ ഒരു വ്യക്തിയോട് നിങ്ങൾ പറയാം, സഹോദര എന്നെ നിങ്ങൾ അടുത്ത് വരുമ്പോൾ പറയുക, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുക, നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ ഭയങ്കര ആഗ്രഹ, പക്ഷെ നിങ്ങൾക്ക് പേടിയാ, ബ്രദറെ പറഞ്ഞാൽ വല്ല തെറ്റാ. അപ്പൊ മനസ്സിൽ വരുന്നൊരു ഡേറ്റ് മെയ് 27 എന്നൊരു ഡേറ്റ്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ഒരു പരിചയമില്ലാത്ത സഹയാത്രയോട് ചോദിക്കുക, സഹോദരി ഈ മെയ് 27 അതിൽ ബന്ധമുണ്ടോ? അവർ പറയും, അയ്യോ അതെന്റെ കൊച്ചിന്റെ ബർത്ത്ഡേയാ. ഇപ്പൊ എല്ലാവരും ഒന്നും മിണ്ടല്ലേ, മേക്ക് മ്യൂട്ട് ചെയ്യണേ. എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും. കാര്യം ഒരു പരിചയമില്ല എനിക്ക് നിങ്ങളെ, അല്ലേ? നിങ്ങൾക്ക് എന്നെയും പരിചയമില്ല, നിങ്ങൾക്ക് എന്നെയും പരിചയം. ഉടനെ നിങ്ങൾക്ക് പറയാൻ പറ്റും ആര് വെളിപ്പെടുത്തി തന്നു ഇത്? പറ, ആര് വെളിപ്പെടുത്തി തന്നു? കണ്ടോ? ആരാ പരിശുദ്ധ ആത്മാവ്? അപ്പൊ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ്. ആരാ യേശു ക്രിസ്തു? നിങ്ങളുടെ പാപത്തിന് വേണ്ടി മരിച്ചുയർത്തടക്കപ്പെട്ട ആൾ എന്നോട് പറഞ്ഞു തന്നു നിങ്ങളുടെ തലമുറ ജനിച്ചത് 27 കണ്ടോ? അപ്പൊ എന്തോ ഒരു കുഴപ്പം ആ തലമുറയ്ക്കുണ്ട്. അവർ പറയും, ശരിയാ, എന്റെ കൊച്ചിന്റെ ഒരു വിഷയമുണ്ട്, ഞാൻ എന്നാ ചെയ്യണം? ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കണ്ടോ? സുവിശേഷത്തിന്റെ വാതിൽ തുറന്നത് കണ്ടോ പ്രിയരെ? ഇനി അതേ സ്ഥാനത്ത് നിങ്ങൾ പറയാ, യേശുവിൽ വിശ്വസിക്ക്, നീ രക്ഷപ്പെട്ടെന്ന് വെച്ച് നിങ്ങൾ പറയും നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങൾ മതം മാറ്റാൻ വന്ന ആളാണോ?
ഞങ്ങളുടെ മതത്തിൽ നിന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്നാണോ? പിന്നെ വലിയ ബഹളമായി, ലൈവായി, വിഷയങ്ങളായി, തല്ലായി, ബഹളമായി. ഇതിപ്പോ മാറുന്നത് കണ്ടോ? കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാറുന്നത് കണ്ടോ ലെവല്? ആമേൻ. പിന്നെയും പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനും കൂടെ ചെയ്താണ് സുവിശേഷത്തിന്റെ ക്ലാസ്സുകൾ ഇനി പോകുന്നത് കേട്ടോ. അപ്പൊ സൂക്ഷിച്ചിരുന്നോണെ, ദർശനങ്ങൾ ഇടപെടും. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഉള്ളത്തിൽ വന്നതാണ് മനോജ് എന്നൊരു പേര് വന്നു. അങ്ങനെ ഒരു പേര് വന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? മനോജ് എന്നൊരു പേര് വന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? 2 പേര്. പിന്നെ എനിക്ക് ഉഷ എന്നൊരു പേര് കൂടെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ കാണിച്ചു. ഇതുമായിട്ട് കണക്റ്റായി വന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ഇതേ പേരുകാർ വന്നവരുണ്ടോ? ഒന്ന് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ആ പേരിൽ ഏതെങ്കിലും പേരുകൾ മനസ്സിൻ്റെ അകത്ത് വന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രതികരിക്കാം. ഈ പേരുകൾ പ്രാർത്ഥിച്ചപ്പോൾ വന്നവരുണ്ടെങ്കിൽ. ബ്രദറെ, ആ ഞാൻ എന്റെ ഒരു മിനിറ്റ്. ആ പറഞ്ഞു. ഫ്രണ്ട് ഐഷയുടെ ഹസ്ബൻഡ് മനോജ്. അപ്പം ഐഷയുടെ മോൻ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത്. അപ്പൊ ഞാൻ ആ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാൻ ഇങ്ങനെ മനസ്സിൽ ഇരിക്കുവായിരുന്നു. ഞാൻ ഇപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാ ബ്രദർ അറിഞ്ഞത്. ഓക്കെ. മനോജ് ആ കൊച്ചിന് ബ്രദറെ, ഉഷാന്ന് പേരുള്ളത് ഇപ്പൊ എന്നെ വിളിച്ചിട്ട് നമ്മളെ ഞാൻ എന്റെ ഒരു മിനിറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ഉഷ എന്നുള്ള പേരും മനോജ് എന്നുള്ള പേരും നിങ്ങൾക്ക് ഞാൻ ആ ദർശനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പേരുകൾ വെളിപ്പെട്ടവരുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ആ പേര് പ്രത്യുഷ എന്നുള്ള പേര് ഓർത്തു. ഉഷ എന്നുള്ള പേര് വെളിപ്പെട്ട ആരെങ്കിലും ഉണ്ടോ അതിൻ്റെ അകത്ത്? വെളിപ്പെട്ടില്ല ബ്രദറെ. ഞാൻ എന്നോട് ഇങ്ങനെ ഇപ്പൊ പ്രാർത്ഥനക്ക് വിളിച്ചിട്ട് മോനെ കോഴിക്കോട് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ പ്രാർത്ഥിക്കാം. ശ്രദ്ധിച്ച് അത് ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് വെളിപ്പെട്ട കാര്യത്തിലേക്ക് ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഇടയിലേക്ക് ഒരു പകർച്ച നടക്കും. ഞാൻ നിങ്ങളുടെ ശ്രദ്ധിച്ച് ഇനി കേട്ടോണേ. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മളെല്ലാവരും ഏകാത്മാവിനാൽ കണക്ട് ചെയ്യുവാണ്. ഇപ്പൊ ശുശ്രൂഷകന്റെ വിളി ഞാൻ പറഞ്ഞു തരാം. ഹലോ, എന്റെ പേര് ഉഷ എന്നാണ്. എന്റെ വീട്ടിന്റെ അടുത്ത് എന്റെ ഭർത്താവിന്റെ അനിയ മനോജാണ്. ഓക്കെ സിസ്റ്ററെ, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ എല്ലാവരും ശ്രദ്ധിച്ചോണേ. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കർത്താവ് പേരുകളെ വെളിപ്പെടുത്തും, കാര്യങ്ങളെ വെളിപ്പെടുത്തും, വിഷയങ്ങളെ വെളിപ്പെടുത്തും, ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഞാൻ ആദ്യം ചോദിച്ചു, മെയ് മാസത്തിന്റെ അകത്തൊരു ഡേറ്റ് കാണിച്ചിട്ടുണ്ട്. ആ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം പലരും പല ഡേറ്റുകൾ പറഞ്ഞു. അതെല്ലാം നമ്മൾ ചോദിക്കുന്നുണ്ട്. ആ ഡേറ്റ് ഒക്കെ നിങ്ങൾ ഓർത്തു വെച്ചോണേ. ഇതിനകത്തുള്ള ആൾക്കാരാണ്, ലൈവിലെല്ലാം കാണുന്നവരുണ്ട്. അപ്പോൾ ഒരു സഹോദരി പറഞ്ഞു മെയ് 27 ഡേറ്റ് എന്നെ കർത്താവ് കാണിക്കുന്നുണ്ട് ആർക്കോ വേണ്ടി. ഉടനെ മറ്റു സഹോദരി പറഞ്ഞു അതെന്റെ മോള് ജനിച്ച ദിവസമാണ്. കണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വെളിപ്പെടുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ച കൂട്ടായ്മ നമ്മളിപ്പോൾ ശുശ്രൂഷയെ നിങ്ങളെല്ലാവരെയും ശുശ്രൂഷ ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുവാനുള്ള മീറ്റിംഗാണ് വെള്ളിയാഴ്ചത്തെ മീറ്റിംഗ്. അപ്പൊ ഇന്ന് ഞാനല്ല പ്രവചനത്തിലൂടെ നിങ്ങൾ അല്ലെങ്കിൽ എന്നെ മാത്രമല്ല ദൈവം ഉപയോഗിക്കുന്നത്, നിങ്ങൾ എല്ലാവരെയും ഇന്ന് ഉപയോഗിക്കുക. ശ്രദ്ധിച്ചോണേ, നിങ്ങളിലുള്ള കൃപാവരങ്ങളെ പുറത്തെടുക്കുക കർത്താവ്. ഇപ്പൊ മനസ്സിലായി? എല്ലാ ദിവസവും ബ്രദറിലൂടെ എന്ത് ചെയ്യുക? പരിശുദ്ധാത്മാവ് പ്രവചിക്കുക. ബ്രദറിലൂടെ ദൈവാത്മാവ് ഓരോ കാര്യം ചെയ്യുക. ഇനി അത് പോരാ, നിങ്ങളിലൂടെയും കൂടെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകളും അതിനുവേണ്ടിയുള്ള ശുശ്രൂഷയാണ് ഇപ്പൊ നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചോണേ, എന്താണോ ഞാൻ പറയുന്ന പേരുകൾ, ഇങ്ങനെ ഇതേ പേരുകൾ ഇതേ വിഷയങ്ങൾ മറ്റാർക്കെങ്കിലും വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരവും നമ്മുടെ അകത്ത് ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവും തമ്മിൽ കണക്റ്റഡ് ആവുക, ജ്വലിക്കുക നിങ്ങളുടെ കൃപാവരം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് കാണുന്നു, ഞാൻ കാണുന്നത് തന്നെ കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരുമിച്ച് നിങ്ങൾ പറയുന്നത് ബ്രദറെ എൻ്റെ വിഷയം ആ വിഷയമല്ല നമ്മൾ പറയുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് നമ്മൾ സാധാരണ പ്രയർ പോലെ പോകത്തില്ല. ഇന്ന് നമ്മൾ ശുശ്രൂഷ മീറ്റിംഗ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരുമിച്ച് പ്രവചിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പ്രവർത്തിക്കുന്നത് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. പലരും ചോദിക്കും ബ്രദറെ എങ്ങനെയാണ് ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്? അതിൻ്റെ ക്ലാസ്സാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് വെറുതെ ഇരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഇത് ലോകം മുഴുവൻ പോകാനുള്ളതാ. കഴിഞ്ഞ ദിവസം വലിയൊരു മിറക്കിൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ദൈവാത്മാവ് ഇടപെട്ട ഒരു വലിയൊരു സാക്ഷ്യമാണ്. അത് വലിയൊരു ഡോറാണ്. ഞാൻ വരുന്ന ദിവസങ്ങളിൽ പറയാത്. ഒരു മറ്റൊരു രാജ്യക്കാരിയോട് സംസാരിച്ച ദൈവിക ആലോചന, അതിൻ്റെ ഒരു നിവൃത്തി അടുത്തേക്ക് വന്നിരിക്കുക. ഒരു സർപ്രൈസ് ആയിട്ടൊരു നിവൃത്തി, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമായിരുന്നു. ഒരു ഇന്ത്യക്കാരിയല്ല, വേറൊരു രാജ്യത്തുള്ളവരോട് ദൈവാത്മാവ് ഇടപെട്ടു അവരുടെ വിഷയത്തെ. ഇന്നലെ അതിൻ്റെ ഒരു കാര്യം കണക്റ്റഡ് ആയി അവർക്ക്.
ആമേൻ. അപ്പം ഇതേ കാര്യം ദൈവം വെളിപ്പെടുത്തുക അവരുടെ വിഷയങ്ങൾ. ഇപ്പം നിങ്ങൾ ഇവിടെ കിടക്കേണ്ടവരല്ല. നിങ്ങൾ ഇംഗ്ലീഷ്, ഞാനൊരു ദിവസം ഇപ്പോഴും നിങ്ങൾ കൊമരവത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കോട്ടയത്ത് ഞാനൊരു ബ്രദറും മാത്രം വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് പരിശുദ്ധാത്മ പറഞ്ഞു, കുറേ ഇംഗ്ലീഷുകാരെ കാണിച്ചിട്ട് പറഞ്ഞു, നീ അവരോട് പ്രവചിക്കുമെന്ന്. അപ്പം ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോഴേക്കും ഒത്തിരി കൊമരവത്ത് ടൂറിസ്റ്റുകളുണ്ട്. അപ്പം ഞാൻ ഓർത്തു കൊമരവത്ത് വലിയൊരു പ്രവർത്തനം തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോവാ. പക്ഷെ നീണ്ട കാലഘട്ടം കൊമരവത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു പ്രവർത്തനവും ഇല്ല. പിന്നെ ആ മനസ്സിലായത് തമ്പുരാൻ ഇംഗ്ലണ്ടിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഇപ്പം മനസ്സിലായോ? അപ്പൊ ദൈവത്തിന് ഈ രാജ്യത്ത് അനേകരോട് ഇടപെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവം, ഇടപെടാൻ പോകുന്നു ദൈവം. അപ്പൊ നിങ്ങൾ ഈ രാജ്യത്ത് ഇത് തുറന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ വീടിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ വീട്ടിലോട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇനി ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗസൗഖ്യം, ഇനി രോഗങ്ങൾ തമ്പുരാൻ വെളിപ്പെടുത്തും. യേശുവിന്റെ അധികാരം. ഒന്ന് കണ്ണടച്ച് ആ രോഗസൗഖ്യത്തിന്റെ 9 കൃപാവരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്, സ്പിരിറ്റ് ഓഫ് ഹീലിംഗ്, സ്പിരിറ്റ് ഓഫ് മിറക്കിൾ, സ്പിരിറ്റ് ഓഫ് പ്രൊഫസി, ദ സ്പിരിറ്റ് ഓഫ് ഡിസേണിംഗ് സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്. ഇങ്ങനെ 9 കൃപാവരങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിച്ച് സുവിശേഷം മാറി. ഇതില്ലാതെ നിങ്ങൾ സുവിശേഷം പറയാൻ പോകരുതേ. അങ്ങനെ ശ്രമിക്കരുത്, തെറ്റാണത്. കൃപാവരം ഉപയോഗിക്കാതെ സുവിശേഷം പറയാൻ പോകരുത്. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടമാണ്. അതുകൊണ്ടാണ് പലയിടങ്ങളിലും പല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഒരു കാരണം കേട്ടോ. എല്ലാ കാരണം അതല്ല, ചില കാരണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾ കൂടെ ബസ് ചെയ്യുന്ന യാത്ര ചെയ്യുന്ന വ്യക്തിയുടെ ഇരിക്കുന്ന വിഷയത്തെ ദൈവാത്മാ വെളിപ്പെടുത്തിയാൽ പിന്നെ ആ വ്യക്തി അവിടെ മുട്ട വീഴും, കലകരക പ്രമാണിയെ പോലെ. ഒന്നുകൂടെ പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ചില ഡേറ്റ് ഓഫ് ബർത്തുകൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്നത്, ഇതിന് ഞാനൊരു ബേസിക് തലത്തിൽ നമ്മൾ നിൽക്കുന്നത്. ദൈവം എങ്ങനെയും വെളിപ്പെടുത്താം. വേറെ ഒത്തിരി കാഴ്ച നമ്മൾ അതിനുവേണ്ടി തന്നെ നാളത്തെ മീറ്റിംഗ്, ഡെലിവറൻസ് മീറ്റിങ്ങും എല്ലാം മിക്സഡ് ആയിട്ട് കൊണ്ടുപോകണം നാളെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം പരസ്പരം നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന എല്ലാം അങ്ങോട്ട് കൊണ്ട് പ്രാർത്ഥിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓക്കെ, ഞാൻ 7 മണിക്ക് പ്രാർത്ഥിച്ചപ്പോഴേക്കും ഉഷ എന്നൊരു പേര് കർത്താവ് അങ്ങനെ ചോദിക്കും. സിസ്റ്റർ ഏത് സിസ്റ്റർ ആ ഉഷ എന്നുള്ള പേര് 7 മണിക്ക് പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പെട്ടെന്ന് പറഞ്ഞ് ആ സഹോദരി. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്ത് പിന്നെ ഞാൻ ചോദിക്കാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് കർത്താവ് കൃപാവരത്തിന്റെ ശുശ്രൂഷകൾ ഇപ്പോൾ തന്നെ രോഗസൗഖ്യത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ആ കൃപാവരം നിങ്ങളുടെ മേൽ ജ്വലിക്കാൻ വേണ്ടി. അനേക ക്യാൻസർ ആയിരിക്കുന്നവർ, നമുക്കൊരു രോഗികളായി ഭാരപ്പെടുന്നവർ എടുക്കപ്പോയിട്ട് കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സൗഖ്യമാക്കാൻ യേശു പറഞ്ഞത്. യേശു മുടന്നിനെടുത്ത് പോയിട്ട് പത്രോസ് ലീഗ പറയുക, പൊന്നോ വെള്ളി എനിക്കില്ല, നീ യേശുവിനെ അറിയിക്കും, നിന്റെ കുടുംബം രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞു അവനെ എണീപ്പിച്ചവിടെ സൗഖ്യം കൊടുക്കുക നമ്മൾ യേശുവിന്റെ നാമത്തിൽ. ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ അകത്തേക്ക് വരുന്ന ചില ശരീരഭാഗങ്ങൾ, ആ വേദന അനുഭവിക്കുന്ന ഭാഗങ്ങൾ തമ്പുരാൻ വെളിപ്പെടുത്തും. അത് അനുഭവിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ, ഇന്നിപ്പോൾ നമ്മൾ പോകുന്ന സൂമിലും ലൈവിലും ഉണ്ട്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ നമ്മുടെ 5 ചാനലിലാണ്. അത് ഫേസ്ബുക്ക് പേജിൽ, ഈ ഫേസ്ബുക്കിൽ, നമ്മുടെ പിന്നെ ഗ്രൂപ്പിൽ, പിന്നെ യൂട്യൂബ് ചാനലുകളിൽ 5-6 ഒരുമിച്ച് നമ്മളിപ്പോൾ ലൈവ്, അതിൻ്റെ അകത്തും എല്ലാം 100 കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുക. അവരെല്ലാവരും ഞാൻ പറഞ്ഞു, നിങ്ങൾ അതിൻ്റെ അകത്ത് ഒളിച്ചിരിക്കാതെ, വീടിൻ്റെ അകത്ത് സ്വാതന്ത്ര്യം ഇല്ലാത്തവരായിരിക്കാം, പക്ഷേ നിങ്ങൾ ഉപയോഗിച്ച് ലിങ്കിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവേ. ഇന്ന് ചില പേരുകൾ വെളിപ്പെടുന്നവരും കൂടെ ഓർത്തോണേ. ഈ ചില സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില പേരുകൾ വെളിപ്പെടും, അതൊക്കെ ശ്രദ്ധിച്ചോണേ. ചില സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, ഉദാഹരണം പറഞ്ഞാൽ കോട്ടയത്ത് ഉള്ളത് നിഖിൽ, എൻ്റെ പേര് നിഖിൽ ബ്രദർ കോട്ടയത്തുള്ള. അതുപോലെ ചില പേരുകൾ കണക്ട് ചെയ്യും. അത് ചില വ്യക്തികളെ ഫോക്കസ് ചെയ്യുന്ന ദൈവം. ചില വിഷയങ്ങൾ ദൈവം വെളിപ്പെടും, ചില തടസ്സങ്ങൾ ദൈവം വെളിപ്പെടുത്തും, ചില പൈശാചിക ശക്തികളുടെ രൂപങ്ങൾ വെളിപ്പെടും. അതൊക്കെ വെട്ടിക്കളഞ്ഞാൽ അപ്പം തന്നെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവെ കണ്ണടച്ച് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗബന്ധനങ്ങളെ ഇപ്പോൾ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവെ, രോഗശക്തികൾ ഇപ്പോൾ അത് മറഞ്ഞിരിക്കുന്ന രോഗബന്ധനങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുന്നപ്പ, കർത്താവെ അങ്ങയുടെ അടിപ്പിണരുകളാൽ ഇന്ന് സൗഖ്യകൂടത്തിൽ രോഗികളും പ്രാർത്ഥിച്ചോണം, നിങ്ങളുടെ മേൽ അത്ഭുത സൗഖ്യം സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കണ്ണടച്ചേ, ഏത് ഭാഗമാണ് വെളിപ്പെടുന്നത്? ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിലെ കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു ഹൃദയത്തിന്റെ അകത്തൊരു ആത്മഭാരം നിറയട്ടെ. കർത്താവിന് വേണ്ടി ഓടുവാൻ ഒരു എരിവ് നിറയട്ടെ. കർത്താവിൽ ലോകം മുഴുവൻ പോകാനുള്ള ഇന്ധനമായ അഭിഷേകം വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ,
ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രൊഫറ്റിക്കൽ മാൻറ്റിൽ, പ്രൊഫറ്റിക്കൽ എൻകൗണ്ടർ ഇപ്പോൾ തന്നെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടാകട്ടെ. ദൂതന്മാരെ കാണട്ടെ, ദൂതന്മാരുടെ ഭാഷകൾ വെളിപ്പെട്ട് വരട്ടെ. ഏഞ്ചലിക് കർത്താവെ ഇന്ന് ഡൈമെൻഷനുകൾ ഇവരുടെ മേൽ ഓപ്പൺ ആകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പേരുകൾ വെളിപ്പെടും, ആ വ്യക്തികളെ വെളിപ്പെടും, രൂപങ്ങൾ വെളിപ്പെടും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ യേശുവേ നന്ദി കർത്താവ്, യേശുവേ നന്ദി കർത്താവ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. ഈ പെടലി വേദന ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വെളിപ്പെട്ട ആരെങ്കിലും ഉണ്ട്? പെടലിയുടെ അവിടെ ആ ഭാഗത്ത് വേദനകൾക്ക് വേണ്ടി വെളിപ്പെട്ട് വന്നവരാരെങ്കിലും ഉണ്ട്? പെടലി വേദന പ്രാർത്ഥിച്ച സമയത്ത് കാണിച്ച ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് പ്രാർത്ഥിച്ച സമയത്ത് ആ ഭാഗത്ത് വേദനകൾ ഉള്ളതായിട്ട് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആർക്കെങ്കിലും വെളിപ്പെട്ട് വന്നവരുണ്ടോ? അതുകൂടാതെ ഈ എന്നോട് ഉണ്ട് ബ്രദറെ. വേദന ഉണ്ടെന്നാണ് പറഞ്ഞത്, വെളിപ്പെട്ട് വന്നെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ആ ഭാഗത്ത് വേദന ഉള്ള ആരെങ്കിലും ഉണ്ടോ? പെടലിയുടെ ബാക്കി ഭാഗങ്ങളിലും പെടലി തിരിക്കുമ്പോഴൊക്കെ വേദന ഉള്ളവര് ഉണ്ട്, ഉണ്ട്. ഇനി ശ്രദ്ധിച്ച് ഇനി ആ വേദന ഉള്ളവർ കൈവച്ച് വെളിപ്പെട്ടവരൊന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ആ കൈ അവിടെ വെച്ച്, ആ വേദന ഉള്ളവര് കൈ അവിടെ വെച്ച്, കൈ വെച്ച് ഇനി അന്ന് പ്രാർത്ഥിച്ച് കൽപ്പിച്ച്. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? യേശു അവരുടെ പെടലി വേദന ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവ് അവരുടെ രോഗങ്ങളെ ചുമന്നതാണ്. കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇനി ആ വേദന നിങ്ങൾ ചുമക്കേണ്ട കാര്യമില്ല, യേശു ചുമന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ ആ ഞരമ്പിനായിക്കോട്ടെ, അസ്ഥിക്കായിക്കോട്ടെ, എവിടെയാണോ അതിന്റെ പിന്നിലെ വിഷയം, ഇനി രോഗശക്തി ആയിക്കോട്ടെ, രോഗത്തിന്റെ ദുരാത്മാവായിക്കോട്ടെ, ഒന്ന് ഉറക്കെ കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എന്ന് കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് ആ വേദനയെ ഒന്ന് പുറത്താക്കുക. ഞാൻ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ വേദനയെ ഞങ്ങൾ ഇപ്പോൾ പുറത്താക്കുന്നു. അടിപ്പിണരാലുള്ള സൗഖ്യത്തെ ഞങ്ങൾ ഇപ്പോൾ ആ ശരീരത്തിന്റെ മേലേക്ക് അയക്കുന്നു. അത്ഭുതം, അത്ഭുതം, അത്ഭുതം. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇനി ആ വേദന പറഞ്ഞവര് പ്രാർത്ഥിച്ചവരൊന്ന് ചെക്ക് ചെയ്തേ, എന്താ വ്യത്യാസം? പ്രാർത്ഥിച്ചവരെന്ന് പറഞ്ഞേ, എന്നാ വ്യത്യാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ? വേദന മാറി. ഇപ്പൊ വേദന ഇല്ല നിങ്ങൾക്ക്? ഒരു കുഴപ്പമില്ല, ഉറപ്പാണ്? സ്തോത്രം. കൊണ്ട് എത്ര പേരാ സൗഖ്യം പറഞ്ഞത് കണ്ടോ? ഇപ്പൊ മനസ്സിലായി എങ്ങനെ കൃപാവരം ഉപയോഗിക്കുന്നത്. ഇപ്പൊ വെളിപ്പെട്ടത് കൊണ്ടോ വേദനകള്? ഇപ്പൊ വേദന നിങ്ങൾക്ക് ഇല്ല, പ്രാർത്ഥിച്ചവർക്ക് വേദന ഇല്ല ഇപ്പം പ്രാർത്ഥന കഴിഞ്ഞപ്പോ, കണ്ടോ? ഇപ്പൊ വേദന ഇല്ല. സ്തോത്രം. മതി, കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു. കാരണം ഇത്രയും പേര് കൂട്ട സൗഖ്യം, ഇത്രയും പേർക്ക് അത് വെളിപ്പെട്ടു. നിങ്ങൾ ഇത്രയും പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൊണ്ട് സിമ്പിൾ അല്ലേ? ഇനി സൗഖ്യമായത് ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥനക്കാർക്കായോണ്ട് കുഴപ്പമില്ല. ഇനി ഈ സൗഖ്യമായത് വെളിപ്പെട്ട്, ബ്രദറെ, ഞാനിപ്പോ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, എനിക്കൊന്ന് നമ്മുടെ ടിനു ബ്രദറുമായിട്ട് ഞങ്ങൾ തിരുവല്ലയിൽ ഒരു സ്ഥലത്ത് ലിഫ്റ്റ് വെച്ച് ഞങ്ങൾ യാത്ര ചെയ്ത് താട്ടിറങ്ങി വരിക, നമ്മുടെ സൗദിയിലുള്ള. പെട്ടെന്ന് കൂടെ യാത്ര ചെയ്ത ഒരു സഹോദരിയോട് ചുമ്മാ ടിനു ബ്രദർ പറയുക, സഹോദരി ഈ ബാക്കിൽ പെടലിയുടെ താഴോട്ട് കൈയുടെ അവിടെ ഒരു വേദന ഉണ്ടോന്ന് വെച്ചോണ്ട് പുള്ളിക്കാർ അയ്യോ ഉണ്ട്. എങ്ങനെ മനസ്സിലായി? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞു. അപ്പൊ ലിഫ്റ്റിന്റെ അകത്തിരിക്കുക, ഞങ്ങൾ രണ്ട് ലിഫ്റ്റിനകത്തിരിക്കുക. ഉടനെ ടിനു ബ്രദർ എന്ത് ചെയ്തു? യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇപ്പൊ സൗഖ്യമാക്കാൻ വേണ്ടി പോകുന്നു, കൈ ഒന്ന് വെക്കാവെന്ന് ചോദിച്ചു. സഹോദരി കൈവച്ചു. ഭർത്താവും കൂടെയുണ്ട്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കുന്നു, കർത്താവ് വെളിപ്പെടുത്തിയതാ. ലിഫ്റ്റ് താഴേട്ട് എത്തുകയും സഹോദരി കൈ പൊക്കി. ഇപ്പൊ വേദന അവിടെ ഇല്ല. കണ്ടോ? ആര് ചെയ്തു? ഈസി ആയിട്ട് സുവിശേഷം പറയാൻ പറ്റിയോ? ആമേൻ. ഇതാണ് കൃപാവരത്തിലൂടെ സുവിശേഷം മാറി. ഇതാണ് അപ്പോസ്തല പ്രവൃത്തി. അല്ല നിങ്ങൾ ഓടി നടന്ന് കർത്താവ് കർത്താവ് എന്ന് പറയുന്നതല്ല, കർത്താവിന്റെ പ്രവൃത്തിയിലൂടെ ദൈവരാജ്യം ശക്തി നിൽക്കുന്ന. ആമേൻ. ഇനി ശ്രദ്ധിച്ചോണേ. ഇനി മറ്റ് നമുക്ക് സമയപരിമിതി ഉണ്ട്. സമയത്തറേ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഇരിക്കേണ്ടതാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ ക്രമീകരണം ചെയ്യണം. സമയം ഒത്തിരി കയറിപ്പോയി. ആമേൻ. ഇനി മറ്റേതെങ്കിലും വേദന വെളിപ്പെട്ടവരുണ്ടോ? ഉണ്ട് ബ്രദറെ, ഡിസ്കിന് കംപ്ലൈന്റ് വെളിപ്പെട്ടു. മറ്റാർക്കെങ്കിലും മുട്ടിന് വേദന ഉണ്ട്?
ഇനി ശ്രദ്ധിച്ച് ഈ ഒരു മിനിറ്റ് മെയ് 16 ജനിച്ച വ്യക്തികൾ സൂമി എന്നുണ്ടോ? മെയ് 16 തീയതി ജനിച്ച വ്യക്തി ഉള്ള കുടുംബം ഏതാ? മെയ് 16 ഇന്ന് സൂമിലോ മെയ് 16 ജനിച്ചതാ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോണേ. ഇനി നിങ്ങൾ ഇനി മുതൽ ബ്രദർ കൃപാവര ശുശ്രൂഷ ചെയ്യുമ്പോൾ വളരെ ഉറക്കം തൂങ്ങിയിരിക്കരുത്, വളരെ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ഇത് നോക്കിക്കോണം ബ്രദർ, എങ്ങനെയാണ് ഈ ശുശ്രൂഷയെ ദൈവാത്മാവ് ചെയ്യിപ്പിക്കുന്നത് നോക്കിക്കോണം. നിങ്ങളിലൂടെ ഇതെല്ലാം നടക്കാൻ വേണ്ടി പോവുക. കൂടെ ഇത് തുടങ്ങിയാൽ നല്ല രസമാണ്. നമുക്ക് കൃപാവര ശുശ്രൂഷ നിങ്ങൾ ഉപയോഗിച്ച് കർത്താവിന്റെ വചനം പറഞ്ഞ് നമുക്ക് ഒരു സുവിശേഷം ഭാരമല്ല പകരം. സുവിശേഷം നമുക്ക് പലർക്കും എന്തുകൊണ്ടാണെന്ന് അറിയോ? ഭയങ്കര പാഠഭദ്ര സുവിശേഷം എടുക്കാൻ പേടിയ, ധൈര്യമില്ല. കാര്യം കൃപാവരം ഉപയോഗിക്കാത്തതുകൊണ്ടാ. ഇതേപോലെ കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തിയാൽ നമുക്ക് ഈസി അല്ലേ, ഒരു ഓപ്പണിംഗ് അല്ലേ അവിടെ ഉണ്ടായിരിക്കും. നിങ്ങളോട് ദൈവം രാത്രിയിലും സ്വപ്നത്തിലും ഒക്കെ സംസാരിക്കും ഇതേപോലെ. ഇതൊന്നും നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നതോറും ഇത് വർദ്ധിക്കും. ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തുറന്നുകൊണ്ടില്ല നമുക്ക് ഇതെല്ലാം വെളിപ്പെട്ട് വരുന്നത്. ഇതെല്ലാം നിങ്ങളുടെ അകത്ത് ഉണ്ടായിരുന്ന ഇതിപ്പം ബ്രദറിന്റെ മേൽ ഇട്ടിരുന്ന അഭിഷേകത്തിന്റെ മേൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ടായതാ, ഒരു പകർച്ച ഇപ്പൊ നിങ്ങളുടെ മേലുണ്ടായി. നിങ്ങൾ അതിനെ ജ്വലിപ്പി. ഇതാണ് പൗലോസ് പറഞ്ഞത്, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ. അപ്പൊ ഇതാണ് ആത്മാവിലൊരു കൈവെപ്പാണത്. ഇതാണ് ഞാൻ പറഞ്ഞത് ശുശ്രൂഷ കവറിങ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിച്ച് ഒന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ചില വിഷയങ്ങൾ ഇനി അടുത്തത് കർത്താവ് വെളിപ്പെടുത്തും. ഇനി ഈ മുട്ടിന് വേദന, തേയ്മാനങ്ങൾ, അങ്ങനെയുള്ള വേദന, കാലിന് ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച വെളിപ്പെട്ട ആരാന്ന് പറഞ്ഞ് അങ്ങനെ മുട്ടിന്റെ അസ്ഥി എനിക്ക് ശരിക്കും കാണിച്ചു തന്നെ. ഓക്കെ, ഇനി ആ വേദനയുള്ള ആൾക്കാരൊക്കെയാ ഉണ്ട്? എന്നാ ഇനി ആ മുട്ടുവേദന ഉള്ളവരെല്ലാം ഇനി കേട്ടെ ആ വേദന ഉള്ളവരെല്ലാം കൈവച്ച്, വേദന ഉള്ളവരെല്ലാം കൈവച്ച്. ഇനി ആ വെളിപ്പെട്ടവരെല്ലാം ഒരുമിച്ച് എന്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്. എങ്ങനെയാ പ്രാർത്ഥിക്കണം? ഒന്ന് കൽപ്പിച്ച്. ഇനി ആ വേദന ഉള്ളവർ കൈവെക്കുകയും അവരും ഈ കൂട്ടത്തിൽ പറഞ്ഞോണം. ഇനി ആ വെളിപ്പെട്ടവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ച്. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? യേശുവേ എന്നല്ല, അധികാരത്തോടെ ശക്തിക്കകത്ത് നിന്നുകൊണ്ട്, രക്ഷിക്കപ്പെട്ട ശക്തിക്കകത്ത് നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട്, ഒന്ന് ബുബ്ലിയോസിന്റെ ഭവനത്തിന്റെ അകത്ത് പൗലോസ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ പറ. യേശു ആ വേദന അനുഭവിച്ചതാ, കർത്താവ് ആ രോഗം അനുഭവിച്ചതാ, കർത്താവ് ആ വേദന അനുഭവിച്ചതാ. പറ, കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇനി ആ വേദന നിങ്ങൾ അനുഭവിക്കേണ്ട. ഉപ്പൂറ്റി വേദന ഉള്ളവരൊക്കെ ഏറ്റെടുത്തു യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൗഖ്യത്തിന്റെ ശക്തി കൽപ്പിച്ചു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് നമ്മുടെ രോഗത്തെ അനുഭവിച്ചു. കർത്താവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് നമ്മുടെ വേദനകളെ അനുഭവിച്ചിരിക്കുന്നു, നമ്മുടെ രോഗങ്ങളെ അനുഭവിച്ചിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കൽപ്പിച്ചോ. വേദന ഉള്ളവരൊന്ന് സ്വീകരിച്ചേ. ഉറക്കെ പറ, യേശുവിന്റെ വേദന അനുഭവിച്ചു, യേശുവിന്റെ രോഗത്തെ അനുഭവിച്ചു, യേശുവിന്റെ യാതനകളെ ഏറ്റു. ഞാൻ ഇനി അനുഭവിക്കേണ്ട കാര്യമില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ രോഗശക്തിയെ പുറത്താക്കുന്നു, രോഗത്തിന്റെ ദുരാത്മാവിനെ പുറത്താക്കുന്നു. സൗഖ്യദായകനായ യേശുവിന്റെ സൗഖ്യത്തെ ഇപ്പോൾ ഞങ്ങൾ അയക്കുന്നു. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മതി, തീർന്നു. ഇനി ആ പ്രാർത്ഥിച്ചതിന് ശേഷം എന്താണ് നിങ്ങൾക്കുണ്ടായ മാറ്റം? ഒന്ന് മ്യൂട്ട് മാറ്റി പറഞ്ഞ്, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ച മാറ്റം? പ്രാർത്ഥിച്ചവര് എന്താണോ പ്രാർത്ഥിച്ചതിന് ശേഷം ആ വേദന ഉള്ള എത്ര പേരുണ്ടായിരുന്നു? അവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. വേദന ഉണ്ടായിരുന്നവര് ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ ഇപ്പോഴോ വേദന കുറവുണ്ട്. വേദന മാറി. അടുത്തത് അടുത്തത് വേദന മാറിയവര്, വേദന മാറിയവര് സ്വോത്രം. മുട്ടുകുത്താൻ പറ്റത്തില്ലായിരുന്നു. ഓ യേശുവേ, അത്ഭുതം. കണ്ടോ, കർത്താവ് കൂട്ട സൗഖ്യം കൊടുക്കുന്നുണ്ടോ? നിങ്ങളിങ്ങനെ കണ്ടോ? ഈ കൃപാവരം വെച്ചുകൊണ്ട് പെരയ്ക്കാതിരുന്നാൽ അയ്യോ കഷ്ടമെന്നാ പൗലോസ് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ? ഇതെല്ലാം അകത്ത് വെച്ചുകൊണ്ടിരുന്നിട്ടാണ് നമ്മള് ബ്രദറെ കർത്താവിനോടൊന്നും മിണ്ടുന്നില്ല. കർത്താവിനോട് മനസ്സിലായോ? നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലർക്കും അറിയത്തില്ല.
അതുകൊണ്ട് ഇപ്പോഴും മാറി സ്വോത്രം. അതുകൊണ്ട് ഒത്തിരി സൗഖ്യമുണ്ട്, നടന്നുകൊണ്ടിരിക്കുക. ഇനി ഒത്തിരി അത് ഞാൻ ഞാൻ ഇപ്പൊ നമ്മൾ ഒരേ ദൈവാത്മാവിൽ നിൽക്കുന്നതുകൊണ്ട് കർത്താവ് വെളിപ്പെടുത്തുന്നത് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരേ സെയിം കാര്യം വെളിപ്പെടും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണേ. ഇപ്പൊ മറ്റുന്നില്ല, നേരത്തെ പറ്റുന്നില്ലായിരുന്നു. കണ്ടോ നിങ്ങൾക്ക്, കണ്ടോ കർത്താവ് ആ രോഗത്തെ വെളിപ്പെടുത്തി, കർത്താവ് നിങ്ങളിലൂടെ സൗഖ്യം കൊടുത്തതുകൊണ്ടോ? മനസ്സിലായോ? പറഞ്ഞു. എനിക്ക് അടുത്ത ഭാഗത്ത് നടുവിന് വേദന വന്നു. അത് ഇപ്പൊ പ്രസവം പോയി. അതിലുണ്ടായിരുന്നില്ല, പ്രാർത്ഥിക്കുമ്പോ വേദന വന്നത്. ഇപ്പൊ അതില്ല, ആ രോഗശക്തി വിട്ടുമാറിയിരിക്കുന്നു. പിന്നെ ജനുവരി 7 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ അറിയില്ല. ജനുവരി 7 ബന്ധപ്പെട്ട ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ജനുവരി സൂമിലോ ലൈവിലോ ഉണ്ടെങ്കിൽ ജനുവരി 7 എന്നുള്ള ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? ആരാ അത്? എന്റെ മോൻ ജനിച്ചത് ജനുവരി 7 ബ്രദർ. ജനുവരി 7. ജനുവരി 7 എന്റെ മോൻ ജനിച്ചത്. കണ്ടോ, ഇപ്പൊ നിങ്ങൾ 3-4 പേര് ഒരേപോലെ ജനുവരി 7 വന്ന ലഭ്യത്തിൽ ആരോടാണ് ദൈവം ഇടപെട്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? കണ്ടോ, ഇപ്പൊ 3-4 പേര്. അപ്പൊ നമ്മൾ ഡൗട്ട് വന്നില്ലേ? ഈ ബ്രദറെ 3-4 പേര് പറഞ്ഞു ജനുവരി 7. അപ്പൊ നമ്മൾ അടുത്ത ലെവലിലോട്ട് കയറണം. ജോഷ് ബ്രദറെ എന്റെ മോള് ജനുവരി 7. എനിക്ക് കേട്ടെ. ഇപ്പൊ 3-4 പേര് ജനുവരി 7 വന്നുകൊണ്ടോ? അപ്പൊ ഇത് വരുമ്പോൾ നമുക്ക് കൺഫർമേഷൻ വേണം. വിധത്തിൽ ആരോടാണ് ദൈവാത്മാവ് ഇടപെടുന്നത് എന്നുള്ളത് നമുക്കൊരു കൺഫർമേഷൻ വേണം. ഇനി കേട്ടെ, ഞാൻ ഈ ജനുവരി 7 വെളിപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് റെഡ് കളറിൽ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. കേൾക്കുന്നുണ്ടോ? റെഡ് കളറിലെ വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ റെഡ് കളറാണ് ഇട്ടേക്കുന്നത്. ഇങ്ങനെ ഒരു വസ്ത്രം കണ്ടുകൊണ്ടിരിക്കുക. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആരാണോ ആ വ്യക്തിയോട് സ്പെസിഫിക് ആയിട്ട് കർത്താവ് ഇടപെടുക. ഇതിൻ്റെ ഒരു തെളിവായിട്ട് കർത്താവിനൊരു കാഴ്ച കാണിക്കുന്നു. ആ വീടിൻ്റെ അകത്ത് തന്നെ ഒരു കൊച്ചിന്റെ ഫോട്ടോ ഹോളിൽ തന്നെ, അതായത് പഴയ ഒരു ഫോട്ടോയാണ് വെച്ചിരിക്കുന്ന ഒരു ഭവനമാണ്. അത് ഏത് ഭവനമാണോ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. ആ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? കൺഫ്യൂഷൻ വരുമ്പോ അതേത് വീടാ? ജനുവരി 7 BC കേട്ടില്ല? ഇംഗ്ലീഷ് കാണിച്ചില്ല. VC എന്ന് കാണിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ ബന്ധം നോക്കണം. VC അത് എന്റെ അനിയത്തിന്റെ വീട്ടിൽ വരാം. കണ്ടോ, കണ്ടോ ഇനിഷ്യലി വെളിപ്പെടുന്ന കണ്ടോ, കാര്യങ്ങൾ വെളിപ്പെടുന്ന കണ്ടോ, വിഷയങ്ങളെ തമ്പുരാൻ തുറക്കുന്ന കണ്ടോ. ഇതാണ് കൃപാവരം. ഇത് ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് പ്രവചനമാണ്. ഇതിനകത്ത് രണ്ടും മിക്സഡ് ആയിട്ടാണ് വരുന്നത്. പ്രവചനം, വേർഡ് ഓഫ് നോളജ്, വേർഡ് ഓഫ് വിസ്ഡം. ഇത് മിക്സഡ് ആയിട്ടാണ് വരുന്നത്. ഇനി ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് അടുത്തൊരു ലെവലിലേക്ക് പോകണമെങ്കിലാണ് ഞാൻ പറഞ്ഞത് അഭിഷേകം ജ്വലിക്കണം. ഇത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കണം. ഇത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ്, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ വരും ദിവസങ്ങളിൽ പറയാൻ വേണ്ടി പോകുന്നത്. എങ്ങനെ അഭിഷേകത്തെ വർദ്ധിപ്പിക്കാം. അപ്പൊ ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ നമ്മൾ നിർത്തുന്നു. സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഒത്തിരി കാര്യങ്ങൾ ഇനി നിങ്ങൾ പ്രാർത്ഥിക്കണം. നാളെ ഞാൻ ചോദിക്കുക, ഒത്തിരി കാര്യം വെളിപ്പെടുത്തും ദൈവം. വെളിപ്പെടുത്തുന്നതെല്ലാം ഷെയർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി മുതൽ സമയം ഒത്തിരി പറന്നു പോയതുകൊണ്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇനി ശ്രദ്ധിച്ചോണേ, ഇനി വരും ദിവസങ്ങളിൽ ഓരോരുത്തരുടെ വിഷയങ്ങൾ, അവരുടെ തടസ്സങ്ങളൊക്കെ ദൈവം. അപ്പൊ ഇത് സൂമിൽ കിടന്ന് കറങ്ങാൻ വേണ്ടി അല്ല, പുറത്തേക്ക് ഇറങ്ങണം. സനൂപ് എന്ന് പറയുന്ന ഒരു പേര് വെളിപ്പെട്ട സനൂപുമായിട്ട് സഹോദരി ഇട്ടിട്ടുണ്ട്. സനൂപുമായിട്ട് ബന്ധപ്പെട്ടത് ആരെങ്കിലും തലമുറകളോ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? സനൂപുമായിട്ട് ബന്ധപ്പെട്ടത്. എന്റെ പേര് പവിത്രൻ. ഇന്നലെ എന്റെ പേര് എന്നെ ദൈവം തൊടുന്നുവെന്ന് പാസ്റ്റർ പറഞ്ഞിരുന്നു. സ്വത്രം. എന്റെ പേര് പവിത്രൻ എന്നാണ്. അത് ഇന്നലത്തെ ആലോചന സ്വീകരിച്ചോട്ടോ. ഈ സനൂപ് എന്ന് പറയുന്ന പേര് കാണിച്ചായിരുന്നോ? ഹലോ, പറഞ്ഞു. സനൂപ് നാത്തൂന്റെ മോന. ഹസ്ബൻഡിന്റെ സഹോദരിയുടെ മോന്റെ പേര് സനൂപ് എന്നാ. ഇന്ന് ആ സനൂപുമായിട്ട് വെളിപ്പെട്ട് വന്ന ആൾക്കാർ പിന്നെയും പ്രാർത്ഥിച്ചോ, കർത്താവ് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നിങ്ങളെ തൊടാൻ വേണ്ടി പോവാണ്.
പ്രാർത്ഥിച്ചു. ടെൻഷൻ എവിടെ സമയത്ത് നിങ്ങൾ ഭാരപ്പെടരുത്. നമ്മൾ വളരെ ശ്രദ്ധിച്ചോണം. ഈ ഓരോ കാര്യം വെളിപ്പെടുമ്പോൾ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പും കൂടെ കർത്താവ് കാണിക്കും. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് മറ്റൊരു കാഴ്ച. ഇപ്പൊ സൗര് പറഞ്ഞില്ല VC എന്നുള്ള കാര്യം കൂടെ വെളിപ്പെടുത്തിക്കൊണ്ടല്ലോ. അതേപോലെ ജനുവരി 7 എന്നുള്ള കാണിച്ചപ്പോഴേക്കും അതിന്റെ കൂടെ അടുത്തൊരു സ്റ്റെപ്പ് കാണിച്ച പോലെ അടുത്തത് എന്താണോ വെളിപ്പെടുത്തുന്നത് അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പൊ അവർക്കിപ്പം അടുത്ത എന്താണോ ദൈവം ചെയ്യാൻ വേണ്ടി, അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ വേർഡ് ഓഫ് വിസ്ഡം എന്ന കൃപാവരത്തിൽ നിന്നും പ്രവചന വരത്തിലേക്ക് നമ്മൾ ട്വിസ്റ്റ് ആകുന്ന ടൈമാണ്. ദൈവത്തിന്റെ ഇടപെടലിലേക്ക് വരുന്ന ടൈമായത്. ഞാൻ ഇപ്പോൾ ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ സനൂപിന്റെ ഭവനത്തിന് വേണ്ടി എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുമ്പോൾ തന്നെ ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ ഉണ്ടാകും. സിസ്റ്ററെ, എന്നോട് കർത്താവ് പറയുന്നു, ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് മിനി എന്ന് പറയുന്നൊരു പേര് കർത്താവ് എന്നെ കാണിക്കും. സനൂപുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു വ്യക്തി ആ ഭവനത്തിന്റെ അകത്ത് വരുന്നതും ആ സനൂപിന്റെ കുടുംബത്തിന്റെ അകത്ത് ഒരു വഴിത്തിരിവിന് വേണ്ടി ദൈവം മിനിയെ ഉപയോഗിക്കാൻ വേണ്ടി പോയിട്ട് അവരോട് പറയണേ, ആ പേരൊന്ന് കുറിച്ച് വെച്ചോണേ. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാ കേട്ടോ. അവരോട് ചോദിക്കണം കേട്ടോ, മിനി ആരാന്ന് ചോദിക്കണം. മിനിയുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോകും കേട്ടോ. നന്ദി യേശു. യേശുവിന്റെ നാമത്തിൽ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ തന്നെ എല്ലാവരും, അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇത് ബൈബിളിന്റെ അകത്തുള്ള സകല നന്മകളെ നമുക്ക് എങ്ങനെ പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരാം. ഇതാണ് ഞാൻ പറയും, ഈ ശുശ്രൂഷ ദൈവം അങ്ങനെ ട്രെയിൻ ചെയ്തെത്തിരിക്കുക. ഈ ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നുള്ള വെളിപ്പാട് തമ്പുരാൻ തന്നത് തലമുറകളെ ലോകരാജ്യങ്ങളിൽ എണീപ്പിക്കുക. അപ്പം പ്രയർ സ്റ്റേഷനിലേക്ക് വരുന്ന ആൾക്കാർ നിങ്ങളുടെ അകത്തേക്ക് വലിയ പകർച്ച ഉണ്ടാകും കേട്ടോ. എന്നോട് തുള്ളത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങളെ തമ്പുരാൻ വലിയ ഈ അന്യഭാഷ കമന്റിൻ്റെ അകത്ത് ഞാൻ മൊത്തം കണ്ടു യൂട്യൂബിലൊക്കെ. അന്യഭാഷ എങ്ങനെ കിട്ടും, അന്യഭാഷ എങ്ങനെ കിട്ടും, അന്യഭാഷ എങ്ങനെ കിട്ടും. അന്യഭാഷ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് പങ്കുചേരുക. അന്യഭാഷ കിട്ടണമെങ്കിൽ അന്യഭാഷ പ്രാർത്ഥനയ്ക്കകത്ത് പ്രഖ്യാതിരുന്ന കിട്ടത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, അന്യഭാഷ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരണം. സഹോദരങ്ങൾ, അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോഴേക്കും നിങ്ങൾ അവരുടെ കൂടെ പ്രാർത്ഥിക്കണം. പെട്ടെന്ന് നിങ്ങളുടെ നാവിലേക്ക് ആ പകർച്ച ഉണ്ടാകും. അന്യഭാഷ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകർച്ച ഉണ്ടാകുന്നത് കൈവപ്പ് ശുശ്രൂഷയുടെ അന്യഭാഷ വരെ ഉണ്ടാകും, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നേരിട്ട് തരും. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് അന്യഭാഷ പ്രാർത്ഥനകളിൽ പങ്കുചേർന്ന് ആത്മാവിന്റെ നിറവിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മേൽ പകർച്ചയുണ്ട്. അതുകൊണ്ടാണ് അന്യഭാഷ പ്രാർത്ഥന ക്രമീകരിക്കുന്നത്. ഗോഡ് ബ്ലസ് യു. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ അന്യഭാഷ പ്രാർത്ഥന എറണാകുളത്ത് നടക്കുന്ന 20 ഒരു ഹോളിന്റെ ഒരു കൺഫർമേഷൻ ഉണ്ട്. ഹോളിന്റെ ചിറ്റൂർ റോഡിലാണ് നമ്മുടെ ഇതുള്ളത്. നിങ്ങൾ പാലാരിവട്ടത്താന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. പാലാരിവട്ടത്തല്ല, ചിറ്റൂരുള്ള നമ്മുടെ ഹോളിലാണ് നടക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്ന് നാളെയായിട്ട് ഞാൻ അതിൻ്റെ പോസ്റ്റർ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ചിറ്റൂരുള്ള YMCA വെച്ചാണ് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത്. അതിൻ്റെ ലൊക്കേഷനും എല്ലാം നിങ്ങൾക്ക് വരുവാൻ ഞാൻ ഡീറ്റെയിൽസ് അയക്കുന്നതായിരിക്കും. ചിറ്റൂർ റോഡിലാണ്, ചിറ്റൂർ റോഡിലുള്ള YMCA നടക്കുന്നത്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ അടുത്ത്, അത് തന്നെ, ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ചിറ്റൂർ റോഡിലുള്ള YMCയിലാണ്, പാലാരിവട്ടത്തല്ല. അതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ഞാനത് പോസ്റ്റർ നമ്മുടെ ബ്രദർ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരും. അപ്പോൾ ഞാനത് അയച്ചു തരാം. കണ്ണൂരിലെ അതുപോലെ തന്നെ പോസ്റ്റർ അയച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഈസ്റ്റ് ഹാമിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ലണ്ടനിൽ നമ്മുടെ അന്യഭാഷ പ്രാർത്ഥന ക്രമീകരിക്കാൻ വേണ്ടി പോകുന്നു ഡിസംബർ മാസം 20-ാം തീയതി. അപ്പൊ അതിന്റെ ഹോള് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ അതിന്റെ ക്രമീകരണം കർത്താവ് ചെയ്യും. അപ്പൊ ദൈവാത്മാവ് നടക്കുന്നു. അപ്പൊ അതിനുവേണ്ടി എല്ലാം നിങ്ങൾ ഒരുങ്ങുക. ഇന്ന് രാത്രി നമുക്ക് ഓൾ നൈറ്റ് പ്രയർ ഉണ്ട്, പക്ഷെ സമയം ഒരു വ്യത്യാസം വന്നു. ഇന്ന് നമുക്ക് ഇന്ത്യൻ സമയം 3 മണിക്ക് ആഗ്രഹമുള്ളവർ ആ സമയത്ത് ഉറക്കമാണെങ്കിൽ കുഴപ്പമില്ല. കഴിയുമെങ്കിൽ നിങ്ങൾ അന്യഭാഷാ പ്രാർത്ഥനയിൽ ഇന്ത്യൻ സമയം 3 മണി മുതൽ രാവിലെ വരെ നമ്മൾ അന്യഭാഷാ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ സെയിം ലിങ്ക് തന്നെയാണ്. ആ സമയത്ത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, അതിലേക്ക് പ്രവേശിക്കുക. അത് കൂടാതെ നമുക്ക് നാളെ ശനിയാഴ്ച വുമൻസ് മീറ്റിംഗ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട് നാളെ. അപ്പോൾ സ്പെഷ്യൽ മീറ്റിംഗ് ആണ് നാളത്തെ 2 വുമൻസ് മീറ്റിംഗിലും ഉണ്ട്. അതിൽ പങ്കുചേരുക. റിയാൻ സിസ്റ്റർ അത് ശുശ്രൂഷിക്കുന്നതായിരിക്കും. അത് വലിയൊരു പകർച്ചയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകും. ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട്, ടൈം സെയിം ടൈമാണ്. വുമൻസ് മീറ്റിംഗ് ടൈം നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ പങ്കുചേരുക. വലിയ പകർച്ചയിലേക്ക് പരിശുദ്ധാത്മാവ്. ഇതുകൊണ്ട് നിൽക്കരുതേ, ഈ കൃപാവരങ്ങളുടെ ജ്വലനം നമുക്ക് വേണം. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് മുതൽ ശ്രദ്ധിച്ചോണം, ഈ പകർച്ച നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ട്. പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ശ്രദ്ധിച്ചോണം, കർത്താവ് നിങ്ങളോട് ബ്രദർ പറയാന്ന് പറഞ്ഞിരുന്നിട്ട് പറഞ്ഞു. ആ ഉഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് വലിയൊരു പ്രവൃത്തി അവിടെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. ഉഷയുമായിട്ട് ബന്ധപ്പെട്ട് ബിന്ദു ആരാണോ
ആ ബിന്ദുവിനെയും ഉഷയും ചേർത്ത് ദൈവത്തിന്റെ ഒരു സാക്ഷ്യം തമ്പുരാൻ തുറക്കാൻ വേണ്ടി പോകും കേട്ടോ. അത് ഏറ്റെടുത്തോണേ കർത്താവിന്റെ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ഒരു മിനിറ്റ് ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നത് ഫ്രൈഡേ മീറ്റിംഗ് നമ്മൾ ഇങ്ങനത്തെ മീറ്റിംഗ് ആണ്. ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ഓരോ ദിവസം പ്രാർത്ഥനയോടെ തന്നെ പെട്ടെന്ന് ഞാൻ ചോദിക്കും ഇനി മുതൽ കർത്താവ് എന്താ വെളിപ്പെടുത്തി എന്നുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥിച്ചു അങ്ങോട്ടോട് നോക്കിയിരിക്കരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അതിനു മുമ്പായിട്ട് ഈ സാക്ഷ്യം ഇന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാര്യം നമ്മൾ ഓൾറെഡി കേട്ടു. ഒത്തിരി സാക്ഷ്യം ഇനി സംഭവിച്ചിട്ടുണ്ട്. നാളെ നമുക്ക് ബാക്കി സാക്ഷ്യങ്ങളെ കേൾക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ കർത്താവിന്റെ വേലയിൽ ഞാൻ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അപ്പൊ ഈ സുവിശേഷം നമുക്ക് എവിടം വരെ ചെല്ലണം? ഭൂലോകത്തിന് അറ്റത്തോളം പോകണം. നമുക്ക് വിതകൾ ആവശ്യമാണ്. വിതയ്ക്കുന്നത് പിരിവല്ല. നിങ്ങൾ വിതച്ചില്ലെങ്കിലും സുവിശേഷം അറിയിക്കും. പക്ഷെ വിതയ്ക്കുന്നത് നമുക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്. വിധവയുടെ 2 അണ ഇട്ടപ്പോഴേക്കും കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വിധവയ്ക്ക് കാശില്ലാത്തതല്ലേ, അത് വെച്ചോ, ചായ കുടിക്കാന്ന് കർത്താവ് പറഞ്ഞില്ല. തമ്പുരാൻ പറഞ്ഞു, ഇട്ടവരെക്കാൾ ഏറ്റവും നന്നായിട്ടിട്ടത് ആ സഹോദരി, ഉള്ളതിനെ മുഴുവനും കിട്ടും. കണ്ടോ യേശു എന്തുകൊണ്ടാണ് കർത്താവ് അതും കൂടെ കർത്താവ് മേടിച്ചത്? തമ്പുരാന് മനസ്സിലായി, കൊടുത്താൽ വിതയ്ക്കുന്നവൻ കൊയ്യുമെന്നറിയാം. അതുകൊണ്ട് കർത്താവിന്റെ വേലയിൽ സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കുവാൻ, അതിന്റെ പങ്കാളിയാകുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ് വിതയ്ക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. വാരി വിതറി കൊടുക്കുക. എല്ലാ മാസവും നിങ്ങളുടെ ശേഷിപ്പുകൾ മാറ്റിവെക്കണം. നിങ്ങൾ പോകുന്ന സഭകളിൽ നിങ്ങൾ ദശാംശം കൊടുക്കണം, സ്വോത്രകാഴ്ച കൊടുക്കണം. അവിടെ നിങ്ങൾ കണക്ക് നോക്കരുത്, ഏത് സഭയിലാണോ കൊടുക്കണം. വചനം പഠിപ്പിക്കുന്നവർക്ക് ഗലാത്യ ലേഖനം പറയുന്നു, അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ഓഹരിയിൽ കൊടുക്കണം. പഠിപ്പിക്കുന്നവർക്ക് അത് ഏത് സഭയിലായിക്കോട്ടെ കൊടുക്കണം. സുവിശേഷ വേലയിൽ ലോകമെമ്പാടും വ്യത്യാസമില്ലാതെ കർത്താവിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അത് നിഖിൽ ബ്രദർ നടത്തുന്നതായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇവിടെ വ്യക്തികളല്ല വിഷയം. ലോകമെമ്പാടുമുള്ള കർത്താവിന്റെ വേലക്കാർ, പ്രത്യേകിച്ച് നൈജീരിയ പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. 100 കണക്കിന് ആളുകളെ കൊന്നൊടുക്കുന്ന ഒരു അനുഭവം. വിശ്വാസികളെ അവർക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് എന്ത് അന്യഭാഷാ പ്രാർത്ഥനയിൽ അത് ഓർത്ത് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, ഹോസ്റ്റലിൽ നിന്ന് യുവതികളായിട്ടുള്ള സഹോദരിമാരെ പിടിച്ചുകൊണ്ട് പോയി അവർ ഉപദ്രവിക്കാൻ വേണ്ടി പോകുന്ന വാർത്ത നമ്മൾ കേട്ടു. വളരെ ക്രൂരമായ അവസ്ഥയിലേക്ക് ഞാൻ ചില വീഡിയോസ് കാണാൻ ഇടയാത്തീർന്നു. നിങ്ങൾ നൈജീരിയയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം, ആഫ്രിക്കൻ കൺട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നോർത്ത് ഇന്ത്യക്ക് വേണ്ടി, സുവിശേഷ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൽ അവരെ പിടിച്ചു നിർത്തുവാൻ അവർക്ക് ബലവും ധൈര്യവും ദുഷ്ടപിശാചിന്റെ കരങ്ങളെ വെട്ടിമാറ്റി പ്രാർത്ഥിക്കണം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിറയ്ക്കും, വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കണം. നമുക്ക് ഇന്ന് രാത്രി അന്യഭാഷയിൽ കാണാം, ഒരുമിച്ച് കൂടാം. കഴിയുന്നവരെല്ലാം അതിൽ പങ്കുചേരുക, ആഗ്രഹിക്കുന്നവരെല്ലാം പങ്കുചേരുക. ഗോഡ് ബ്ലസ് യു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പെട്ടെന്ന് പറഞ്ഞു സിസ്റ്റർ. ബ്രദറെ ഒരു കാര്യം പറയാം. അത് ഷേണൈസിന്റെ ബാക്കിലാണ് YMCA വരുന്നത്. ഓക്കെ. ഷേണൈസിന്റെ ചിറ്റൂർ ബാക്കില്, ഷേണൈസ് തിയേറ്ററിന്റെ ബാക്കിലായിട്ടാണ് YMCA വരുന്നത്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ 2 സ്റ്റോപ്പിന് ഒരു കാര്യം ചെയ്യാമോ? നാളെ നമ്മുടെ പ്രാർത്ഥനയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ഓൾമോസ്റ്റ് ലെഫ്റ്റ് ആയിട്ടുണ്ട്. നാളെ നമ്മുടെ പ്രാർത്ഥന തുടങ്ങുമ്പോ തന്നെ ഒന്ന് ആൾക്കാർ വന്നു കഴിയുമ്പോ തന്നെ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കണേ. കറക്റ്റ് വഴിയും റോഡും ഏത് വണ്ടിയാന്നൊക്കെ കേട്ടോ, ഒന്ന് ഓർപ്പിക്കണേ. അല്ല, ഞാൻ പറഞ്ഞത് നാളെ ഒന്ന് എല്ലാവരും ഉറക്കി ഒന്ന് എല്ലാവരും കേൾക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞേക്കണേ കേട്ടോ. ഇപ്പൊ എല്ലാവരും ഒത്തുമുക്കൽ ആൾക്കാർ ലെഫ്റ്റ് ആയതുകൊണ്ടാ. നാളെ എല്ലാവരും ഉള്ളപ്പോ ഒന്ന് പറയാം, മറക്കരുതേ, ഓർപ്പിക്കണേ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഇവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.